എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതാണ് ഗൈസ് നോക്കൂ, അങ്ങനെ നമ്മൾ പറഞ്ഞ പോലെ നമ്മൾ അങ്ങനെ ഇന്ന് യാത്ര തുടങ്ങുവാണ്. ഗൈസ് ഏതാണ്ട് ഒരു 10-12 ദിവസം നീണ്ടു നിൽക്കുന്ന യാത്രയാണ്. ഗൈസ് നോക്കൂ, നമ്മൾ ഇവിടുന്ന് ആദ്യം വന്ന് ഊട്ടിക്കാണ്. അങ്ങനെ ഊട്ടിയിൽ നിന്ന് കൊടൈക്കനാൽ ഗൈസ് നോക്കൂ, ഊട്ടിന്ന് കൊടൈക്കനാലിൽ നിന്ന് കന്യാകുമാരി, രാമേശ്വരം, അങ്ങനെയാണ് നമ്മുടെ പരിപാടികൾ. അത് കൊടൈക്കനാൽ. ഗൈസ് നോക്കൂ, അപ്പം അപ്പനുണ്ട്, അമ്മയുണ്ട്, അഭിരാമിയുണ്ട്, മൈക്കിളുണ്ട്. അപ്പൊ ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങാൻ വേണ്ടിയുള്ള പരിപാടിയാണ്. ഞങ്ങൾ വെളുപ്പിന് എത്ര മണിക്ക് പോകണമെന്ന് പ്ലാൻ ചെയ്താ? 4 മണിക്ക്. ഇപ്പൊ സമയത്ത് 5:30. പ്രാർത്ഥിച്ചിട്ട് പോവാം അല്ലേ? ഞങ്ങളപ്പം പോകുന്നതിന് മുമ്പായിട്ട് എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചിട്ടുള്ള പരിപാടിയാട്ടോ. കർത്താവിന്റെ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും നമ്മുടെ സമയത്ത് നമ്മുടെ വിഷയമേ. ഫൈനലി ഞങ്ങൾ പ്രാർത്ഥനയും സംഭവങ്ങളൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ ഇറങ്ങും. ഗൈസ് നോക്കൂ, ഗൈസ് നോക്കൂ, ഫൈനലി പ്രാർത്ഥന പരിപാടിയൊക്കെ കഴിഞ്ഞു. വണ്ടിയിൽ ഞങ്ങൾ പിന്നെ ഞങ്ങളുടെ ബാഗേജും സംഭവങ്ങളൊക്കെ എടുത്തു വെച്ചു. അത്യാവശ്യം നല്ല രീതിയിലുള്ള സാധനങ്ങളുണ്ട്. കാരണം ഈ പ്രാവശ്യം ഇങ്ങനെയാണല്ലോ പോകുന്നത്. ആദ്യമായിട്ടാണ് ഞങ്ങൾ ഫാമിലി ആയിട്ട് ഇങ്ങനെ പോകുന്നത്. അല്ലെങ്കിൽ ഈ വലിയ ബസ്സിനാണ് പൊയ്ക്കൊണ്ടിരുന്നത്. ഗൈസ് നോക്കൂ, ഇത് കണ്ടോ, 1, 2 ത്രോ ലഗേജ് ഉണ്ട് കേട്ടോ. ലഗേജ് അത്യാവശ്യമുണ്ട്. സ്റ്റെപ്പിനെയും കാര്യങ്ങളൊക്കെ ആയിട്ട് മൈക്കിളിൻ്റെ ഇതെടുത്തോ. അവിടെ താഴെ വീണ് കിടപ്പുണ്ട്, എടുത്തായിരുന്നോ? എടുത്തു. ഗൈസ് നോക്കൂ, സാധാരണ നമ്മുടെ SS നെപ്പോളിയനാണ് പൊയ്ക്കൊണ്ടിരുന്നത്. ആദ്യമായിട്ടാണ് സഫാരിക്ക് പോകുന്നത് കേട്ടോ. ഗൈസ് ഫൈനലി എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് ഇപ്പോൾ എല്ലാവരും വരണം. ഒരു ചെറിയ തുണി വേണം, എൻ്റെ ഫ്രണ്ടൊക്കെ ഒന്ന് തുടച്ച് റെഡിയാക്കി എടുക്കാറുണ്ട്. ഗ്ലാസ് മാത്രം കേട്ടോ. ഗൈസ് വേറെ സംഭവം പറയാം. നമ്മൾ വയനാട് വഴിയാണ് പോകുന്നത് ഊട്ടിക്ക്. ഞങ്ങൾക്ക് ഇവിടെ 185 കിലോമീറ്റർ ഉള്ളൂ ഊട്ടിക്ക്. അപ്രോക്സിമേറ്റ് 5 മണിക്കൂർ എടുക്കും ലെങ്ത്. പക്ഷെ അത് വലിയ കുഴപ്പമില്ല കേട്ടോ. ഞാൻ ഡയറക്റ്റ് അല്ലടാ, സാധാരണ നമ്മൾ കൊടൈക്കനാലിലാണ് 600-600 സംതിങ് കിലോമീറ്റർ. നമുക്ക് ഇതിലിങ്ങനെ കണ്ട് കേട്ട് അങ്ങനെ പോലെ. ഗേറ്റ് പറഞ്ഞോ? ഫൈനലി ലിബി ഗേറ്റ് എടുത്തു കേട്ടോ. ഇനിയിപ്പോൾ ലിബി അപ്പുറത്തോട് വരും. അപ്പനും അമ്മേനും കയറാറുണ്ട്. അഭിരാമി കയറി, മൈക്കിൾ കയറി കേട്ടോ. അങ്ങനെ ഓരോരുത്തരായി കയറിക്കൊണ്ടിരിക്കുന്നു. ബാബാ വരുന്നുണ്ട്. ബാബാ എൻ്റെ അകത്ത് തന്നെ പുക പോലെ വരുന്ന AC-ക്കകത്തുനിന്ന്. അത്യാവശ്യം നേരം വെളുക്കാറായിട്ടോ. 4 മണിക്ക് പോകണമെന്ന് വിചാരിച്ചാണ്. ഗൈസ് നോക്കൂ, ഈ കാണുന്ന ഇത് കണ്ടോ, 1 ചാർജ് ചെയ്തു. ഇനി അടുത്തത് ബേക്കിലും ഉണ്ട് അതേപോലെ. ഇത് നേരെ ബേക്കിൽ കുത്തുന്നു. അപ്പോൾ ചാർജിങ്ങിൻ്റെ പരിപാടി ഓക്കെ. വലിയ പരിപാടി നടക്കൂല. ഹോട്ടൽ എടുക്കുന്നുണ്ട്, ചെറിയ ഫോട്ടോ വീഡിയോസ് അങ്ങനെ പറഞ്ഞ പോലെ തന്നെ ചെറിയ ഫോണുകൾ ചെറിയ ചാർജ് ആയിട്ട് അങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കുമല്ലോ. ഓർഡർ എടുക്കുന്നുണ്ട്. പിന്നെ വലിയ സംഭവങ്ങളൊക്കെ അവിടെ ചാർജ് ചെയ്യാം. ഫൈനലി ഗേറ്റ് അടച്ചു. എല്ലാം ലോക്ക് ചെയ്തില്ലേ? എല്ലാം ഓക്കെ ആണോ? അമ്മയുടെ കൈ മാത്രം ഒരു ലാപ്ടോപ്പ് ഉണ്ട്. അതിനെ എവിടെയെങ്കിലും ഒതുക്കാൻ പറ്റുമോ? ബേക്കിൽ അതിന്റെ മേളിൽ വെക്കും മമ്മി? ഇല്ലില്ല, അതിന്റെ മേളിൽ പെട്ടി അടുക്കി വെച്ചാൽ മമ്മി. ഗൈസ് നോക്കൂ, ആ ലാപ്ടോപ്പും കൂടെ കറക്റ്റ് വെച്ച് കഴിഞ്ഞാൽ സംഭവം സേഫ് ആയിട്ടോ. വള്ളി കൊളുത്തടി, അത് കൊളുത്തി കൊടുക്കുക. അങ്ങനെ തന്നെ. വെറും 184 കിലോമീറ്റർ 5 മണിക്കൂർ എങ്ങോട്ട്? നമുക്ക് ഊട്ടിക്ക് 7 മിനിറ്റ് കേട്ടോ. അത്രേ ഉള്ളൂ. ഇവിടുന്ന് വളരെ കുറവാ ദൂരം. പക്ഷെ മണിക്കൂർ കൂടുതൽ. കാര്യം ചുരം കയറുന്ന അത്ര സമയം വരുന്നത്. ഇതേതാ ബസ് ഗൈസ്? ഇതെന്നാടാ സംഭവം? JR വെളുപ്പിനൊക്കെ പോകുന്നുണ്ടോ ബാംഗ്ലൂരിന്? എനിക്ക് തോന്നുന്നത് സ്ലീപ്പർ സത്ലജ്. എനിക്ക് തോന്നുന്നത് കോഴിക്കോട് ഓടി വരുന്ന വണ്ടിയാണ് സത്ലജ്. ഞങ്ങള് സ്ഥിരം എണ്ണ അടിക്കുന്ന പമ്പിൽ കയറി ഞങ്ങൾ എണ്ണ അടിക്കും കേട്ടോ. ഫുൾ ടാങ്ക് ഏകദേശം ഒരു 40-45 ലിറ്റർ കയറാനുള്ള സാധ്യതയുണ്ട്. ഇവിടുന്ന് അടിച്ചിട്ട് പോകുവാണെങ്കിൽ നമുക്ക് പിന്നെ വഴിയിൽ നിന്ന് അടിക്കണ്ട. തമിഴ്നാട്ടിൽ കൂടുതലാണെന്ന് എനിക്ക് തോന്നുന്നു. കുറവാണോ? 5 രൂപ. എന്നാ പ്രശ്നം? അടിപൊളി.
പാതാളം 40 ലിറ്റർ എന്ന് പറഞ്ഞിട്ട് 56 ലിറ്റർ കയറി 5370 രൂപ. 70 രൂപ കേട്ടോ. പിന്നെ ബെൻസാണ് ഇപ്പം 10,000-ന് മുകളിൽ പോലുണ്ടോ? ആ എത്ര ആരോടാ ഒന്ന് ചോദിക്കോടാ. ഉറക്കത്തിൽ എണീറ്റോ നീ? സർക്കസ് തുടങ്ങി കേട്ടോ. എടി ഓൺലൈനിൽ അടിച്ചു നോക്കടി അവരാമി. ടുഡേ എനി പ്രോബ്ലം ഇൻ തമിഴ്നാടു. വെറുതെ തെറ്റിദ്ധരിച്ചു കേട്ടോ, അത് വേറെ സംഭവമാണ്. ഞങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലായി. ഞങ്ങൾ എന്തായാലും എണ്ണ അടിച്ചു കഴിഞ്ഞു. നേരെ ഫ്രണ്ടിലേക്ക് വാഹനം ഓടിക്കണം. അത്യാവശ്യം ഫ്രണ്ടിലൊക്കെ കോടയും സംവിധാനമൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളിപ്പം ചുരം കയറാൻ നേരത്തെ കോടാന്ന് വെച്ചാൽ അന്യായ കോട നമുക്കിപ്പം കാണാൻ പറ്റും. ഫൈനലി നമ്മള് അങ്ങനെ എവിടെ എത്തി? കൊട്ടിയൂർ അമ്പലം. ഉത്സവം കഴിഞ്ഞുള്ളൂ കേട്ടോ, വലിയ ദിവസം ആയിട്ടില്ല കേട്ടോ. പിന്നെ ഉത്സവം കഴിഞ്ഞുള്ളൂ. ഗൈസ് നോക്കൂ, ഇതാണ് കൊട്ടിയൂർ അമ്പലത്തിന്റെ ആ ഒരു വാഹനങ്ങളൊക്കെ ഒന്ന് പാർക്ക് ചെയ്യുന്ന ഭാഗങ്ങള്. ഇവിടുന്ന് ഉള്ളിലേക്ക് കേട്ടോ വണ്ടി. കൊട്ടിയൂർ ടെമ്പിൾ. ഞങ്ങളൊരു ഹോട്ടലിന്റെ ഫ്രണ്ട് വന്നു. സമയം 7 മണിയായി. അപ്പം എന്താണ് കഴിക്കാനുള്ളതെന്ന് ലിബിൻ ചോദിക്കും കേട്ടോ. അമ്മയ്ക്ക് എന്നാ വേണ്ട അമ്മ കഴിക്കാൻ? അതിന് അമ്മയ്ക്ക് വയ്യ. അമ്മ ഉറക്കമാണോ? മമ്മി ഇന്നലെ ഉറങ്ങിയില്ല കേട്ടോ, കാരണം വീട്ടില് കുറേ പണി ചെയ്യാണ്ടായിരുന്നു. അപ്പൊ അതിന്റെ പരിപാടിയൊക്കെ ആയിരുന്നു. അപ്പൻ ഉഷാറായിട്ടിരിക്കുന്നു. അതല്ലേ രസേ. മമ്മിയുടെ RC ബുക്ക് എടുക്കാൻ പറഞ്ഞു. അപ്പൊ എന്നോട് പറഞ്ഞേ, മമ്മി പറഞ്ഞു എന്തൊരു ബുക്ക് കാണാല്ലേ, നീ വണ്ടിക്ക് വന്നു പറഞ്ഞു. 11 മണിക്ക് ഞാൻ ഇവിടെ വണ്ടിയിലെത്തിയേ. മമ്മി ഇതിന് തപ്പുന്നേ RC ബുക്കാണ്. കാർഡില്ലേ? അത് കാർഡല്ലേ, ഇത് ബുക്കാ ചോദിക്കുന്നത്. RC ബുക്കല്ലേ, അത് കാർഡായിട്ടമ്മ ഇപ്പം വരുന്നത്. ഞാൻ ഉറങ്ങിയൊന്നുമില്ല, വെറുതെ കിടക്കാം. എന്റെ റാംബോയെ കൊണ്ടുപോയിട്ട് എനിക്ക് ഉറക്കമെന്ന് പറയുന്നത് ഈ പോടെ. അത് നമ്മള് വീട്ടിൽ വിട്ടിട്ടല്ലേ പോയേ. ഇത് വീട്ടിലാണോ? റാംബോനെ വെല്ലാറിനെ വീട്ടിൽ കൊണ്ട് വിട്ടേക്കുവാ. അറിയാമോ? അമ്മയുടെ അമ്മക്ക് ആ റാംബോയോട് താല്പര്യം നമുക്കറിയാം. ലിബിൻ വന്ന് പത്തലും ബാജിയും കൊണ്ടക്കറി മതി. മതി. ചൂടുപത്തലാണോ അറിയത്തില്ല. ചിലപ്പോ ആ സാധനമാണോ പത്തൽ എന്ന് പറഞ്ഞാൽ എനിക്കറിയത്തില്ല. ഈ കാണുന്ന ഇവിടെയാണ് നമ്മൾ വണ്ടി നിർത്തിയത്. ഹായ്, ഇന്നലെ രാത്രി അഭിരാമി വണ്ടി കഴുകി വൃത്തിയാക്കി നീറ്റാക്കി ഇട്ടേക്കും കേട്ടോ. എല്ലാം സെറ്റപ്പ് ആക്കി. ഇനിയിപ്പോൾ ചെളിയാവോ ഇല്ലോ എന്നൊന്നും അറിയത്തില്ല. ഇതന്നെ അമ്മേ? ഓ, മമ്മിയുടെ പുതിയ ചെരുപ്പാ കേട്ടോ. കിട്ടിലും ചെരുപ്പാ. അതുകൊണ്ട് ബേക്ക് ഫുള്ള് സാധനങ്ങളാണ്. വണ്ടി വൃത്തിയായിട്ടോ. നല്ല അഭിരാമി പ്ലേറ്റൊക്കെ എടുത്തിറങ്ങി കേട്ടോ. ഒന്നുമില്ല. ഫൈനലി ഞങ്ങൾ അമ്പായത്തോട് എത്തി കേട്ടോ. അമ്പായത്തോട് ഞങ്ങൾ പണ്ടൊക്കെ ഇവിടുന്ന് ഈ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. അപ്പം ഇവിടെ ഞങ്ങൾ വണ്ടി നിർത്തി. ഒരു തനി നാടൻ വിറകിലുണ്ടാക്കുന്ന ഫുഡാണ്. എന്നാടാ? കണ്ണൂർ, പയ്യന്നൂർ, കൂത്തുപറമ്പ്. ഈ അമ്പായത്തോട് ബസ്സുകളുടെ ഏരിയ കേട്ടോ. എന്തോരം ബസ്സുകളാണെന്ന് അറിയാം ഇവിടെ. അപ്പൻ പുറത്തുണ്ട് കേട്ടോ. അപ്പൻ ഗുളിക എടുക്കാൻ വേണ്ടി പോയത്. ഇപ്പം മനസ്സിലായി, ബീഡിയല്ലേ ഗുളിക. എല്ലാം കളഞ്ഞു. എന്ത് നിങ്ങളുടെ പാത്രം എന്ത്? സ്വന്തമായിട്ട് അടിച്ചാലും കുഴപ്പമില്ല. ഗ്ലാസും ഉണ്ട്, പാത്രമുണ്ട്. ലിബിനുള്ള നല്ല ചൂട് പൊറോട്ട കൊണ്ട് ചൂട് പൊറോട്ട കിട്ടിയത്. അഭിരാമിക്കുള്ള പൊറോട്ട. അമ്മ എന്നാ പറഞ്ഞ? അപ്പം. ഞാൻ അപ്പം. നല്ല ചൂടാ. ഓ, കിടിലം പൊറോട്ട. കിടിലം പൊറോട്ട. അടിച്ചിട്ടില്ലല്ലോ. ആ എന്നാ എന്നാ ഗൈസ്, ഇവൻ ഞങ്ങളുടെ ഒരു സബ്സ്ക്രൈബറാണ്. പേരെന്നാടാ? പോയവൻ? അബിൻ. ഗൈസ് നോക്കൂ, ഞങ്ങളെല്ലാം പറഞ്ഞ സാധനങ്ങൾ ഓരോന്ന് വന്നോണ്ടിരിക്കുക കേട്ടോ. മിക്ക് മുട്ടക്കറി, ഇവിടെ മുട്ട റോസ്റ്റ് ഉണ്ട്. ഇതിന്റെ മുട്ട റോസ്റ്റ് ആണെന്ന് തോന്നുന്നു. വന്നില്ല. മീൻകറി പറഞ്ഞു, ബാജി പറഞ്ഞു. മൈക്കിളേ കറക്റ്റ് സമയത്താണ് ഒരു അടി. എല്ലാരും പൊറോട്ട ഇങ്ങനെ മുറിച്ചിട്ട് കേട്ടോ. ഇവന് മുറിച്ച് കൊടുത്തു. ഞാൻ മീൻകറി പറഞ്ഞു, ബാജി പറഞ്ഞു. മീൻകറി കിട്ടി. അമ്മ മുക്ക് കേട്ടോ, സ്വന്തം എടുത്ത്. മൈക്കിളെ മുക്കിക്ക്. മൈക്കിൾ മുക്കി കഴിക്കുവാണ്. ലിബിന് മുട്ട റോസ്റ്റ് കിട്ടി. പിന്നെ മീൻകറി വന്നു, ബാജി. ബിരിയാണി മസാല പോലെ. മീൻകറി നല്ല അടിപൊളി മീൻകറി കേട്ടോ. മീൻകറി നല്ലപ്പാ, നല്ല നെയ്മത്തിയ. കിടില നെയ്മത്തിയ. മത്തിക്ക് വില കൂടുതലാണ്. മത്തിക്ക് നല്ല ടേസ്റ്റാണ്. മുട്ടയുണ്ട്. നിന്റെ ഇതങ്ങനെ റോസ്റ്റ് ആണോ? എന്നെ ഒന്ന് കൂട്ടുമോ പിക്കളിയിൽ? ഓ, എൻ്റെ സന്തോഷം നോക്കിയേ. ഫൈനലി ഫുഡ് കഴിച്ച് ഞങ്ങൾ ഇറങ്ങി. ഈ കാണുന്നുണ്ടല്ലോ, ഈ അമ്പായത്തോടെന്ന് വെച്ചാൽ ബസ്സുകളുടെ ഒരു ഹബ്ബാണ്. ഞാനൊന്ന് ഉളുക്കി പോയായിരുന്നു. ഇപ്പം റെഡി. ഇച്ചിരി കൂടെ പെരിയ പറയണ ആരും കേൾക്കൂല. ഇതിൽ നെടുമ്പോയി വഴി വണ്ടിയുണ്ട്. പൈസ ഇത് കണ്ടോ, ഇവിടെ യോഫ് കിടപ്പുണ്ട്. യോഫ് അവിടുന്നുണ്ട് ഇവിടുന്നുണ്ട്. പിന്നെ അന്ന, ഇത് പിന്നെ പണ്ട് കാലം മുതലേ ഉള്ള വണ്ടിയാണ് കേട്ടോ. ഇത് എത്ര വർഷമായി. അന്ന, അങ്ങനെ കുറേ വണ്ടികളുണ്ട്. ഇവിടുന്ന് കുറേ വണ്ടികളൊക്കെ എടുത്തോണ്ട് പോയിട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഇവിടുന്ന്
നേരെ വയനാടിന് വലിയ ദൂരമില്ല കേട്ടോ. ഗൈസ് ഫൈനലി എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഞങ്ങൾ വണ്ടി എടുത്തു. ഈ ബസ് നോക്കി പാവം അവിടുന്ന് കോട്ടയത്തു നിന്ന് ഇവിടം വരെ ഓടിച്ചു വന്നിട്ട് ഇവിടുന്ന് കഴുകി വൃത്തിയാക്കി നോക്കിയേ, പാവം കഷ്ടപ്പെട്ടു പോകുന്നു നോക്കിയേ. ഹായ് എന്റെ ഇവിടം വരെ ഉറങ്ങാതെ രാവിലെ തൊട്ട് ഇങ്ങോട്ട് വരുന്ന ഗൈസ്. അതായത് എപ്പോ എടുക്കുന്ന വൈകുന്നേരം എടുക്കുന്ന വണ്ടി കൊണ്ടുവരുന്നു. എനിക്ക് തോന്നുന്നു അവിടെ 4:50 ആ സമയത്ത് എടുത്തു കൊണ്ടുവരുന്ന വണ്ടി ഇവിടുന്ന് കഴുകി വൃത്തിയാക്കി ഇനി ഉറങ്ങി. ഇനി വൈകുന്നേരം വണ്ടി എടുത്തു. നമ്മൾ നേരെ ഇനി ബോയ്സ് ടൗണിലേക്ക് കയറുന്നത്. ബോയ്സ് ടൗൺ എന്ന് പറഞ്ഞാൽ വയനാട് എത്തി കേട്ടോ. അപ്പൊ പോകുന്ന വഴിക്ക് ചുരത്തിൽ ചിലപ്പം നമുക്ക് കോട കിട്ടും, ചിലപ്പം കിട്ടാൻ സാധ്യതയില്ല. ബോയ്സ് ടൗൺ കയറുന്നതിന് മുന്നേ 6 ചുരമുണ്ട്, അത് കയറിയിട്ട് വേണം നമുക്ക് പോകാൻ വേണ്ടി. കല്ലുമണ്ടി കയറുന്നതിന് ഇപ്പുറം കയറിയാൽ നമുക്ക് മര്യാദ കയറാം, ഇല്ലെങ്കിൽ നമ്മൾ നിന്ന് വേണം വണ്ടി കയറ്റാൻ വേണ്ടി കേട്ടോ. നമ്മൾ കയറുന്ന വഴി നോക്കിയാൽ വളവും തിരിവും അല്ലേ ഇവനെ. എന്റെ മോനെ 13 11 ഹെയർ പിൻ ഉണ്ട് നോക്കിയേ. ഇല്ലില്ല എത്തുന്നതേ ഉള്ളൂ. ഫ്രണ്ടിൽ ഒരു പച്ച ബോർഡ് ഉണ്ടോ, ഹെയർ പിൻ 1 5 ഹെയർ പിൻ ഉണ്ട്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ കയറുന്ന ബോയ്സ് ടൗണിലോട്ടാണ്. അതെ, അതായത് 1 2 3 4 5 അതില് ഓരോന്ന് വെച്ച് നമ്മൾ കയറി തുടങ്ങിയിട്ട് ഇത് 1, ഇത് അടുത്ത ഇവിടെ 2 ഇതാ ഈ പച്ച ഇത് കണ്ടോ, ഇത് 2. 4ാമത്തെ ഹെയർ പിൻ കയറാൻ വേണ്ടി പോകട്ടെ ഇവനെ. 4 ഇതിന് മൊത്തത്തിൽ പറയപ്പെടുന്ന പേരെന്ന് വെച്ച് കഴിഞ്ഞാൽ പാൽച്ചുരം എന്നുള്ളതാണ്. അബ്രാമി നിനക്കറിയായിരുന്നോ? ഗൈസ് നോക്കുക, അങ്ങനെയാണ് ഞങ്ങൾ ഇതിൽ ഇഷ്ടം പോലെ പോയിട്ടുണ്ട്. ബേക്കിൽ അപ്പനും അമ്മയും പിന്നെ കുറ്റം പറച്ചിൽ തുടങ്ങി, ബന്ധം ഒഴിവാക്കിയത്. നോക്കിയേ അങ്ങോട്ട് നോക്കിയേ, രണ്ടും കൂടെ അവിടെ പറച്ചിൽ തുടങ്ങിയിട്ട്. ഇത് നോക്കിയേ, ഇതാണ് ഇച്ചിരി കുത്തനെയുള്ള കാര്യം. ഇവിടെയാണ് കല്ലുമണ്ടി പെടുന്നത്. ഇവിടെ ഇതിപ്പോ മറ്റേ ഇന്റർലോക്ക് കിട്ടും. പണ്ട് നീ ഓർക്കുന്നുണ്ടോ ജോസ്ബിൻ സാറിന്റെ ഓമിനി, നമ്മുടെ ഓമിനിക്ക് ഇവിടുന്ന് കെട്ടി വലിച്ച് സമ്മതിക്കണമല്ലോ, വയനാട് രണ്ടിനും പവറില്ലാത്ത വണ്ടി. ഇത് ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങനെ ഒരു കുത്തനെ ഒരു കയറ്റം ഉണ്ടായിരുന്നു. അതൊക്കെ പണ്ട് അപകടത്തിൽ താഴോട്ട് പോയ വണ്ടികളൊക്കെ മേളിൽ നിന്ന് താഴോട്ട് പോകണം. ഇനി നമ്മളിങ്ങനെ വളഞ്ഞ് ഇതിന്റെ മേലോട്ടാണ് കയറാൻ വേണ്ടി പോകുന്നത്. ക്യാമറ ഇവിടെ വന്ന ARV അല്ലേ, ARI ക്യാമറ, അടിപൊളി. അങ്ങനെ പാൽച്ചുരത്തിലും ഒരെണ്ണം ഉണ്ട് കേട്ടോ. ഇതൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്, എല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്, എല്ലാം ഒരുമിച്ച് കിട്ടുള്ളൂ. അവസാനം ഒരു ബില്ലിംഗ് വരും കാറിന്റെ പൈസ. ഇവിടെയാണ് കുത്തനുള്ള കാര്യം. ഇവിടെ നിന്നാണ് ജോസ്ബിൻ സാറിന്റെ ഓമിന് നിന്ന് പോയിട്ട് ഞങ്ങളുടെ ഓമിനിക്ക് ഞങ്ങൾ കെട്ടി വലിച്ചത്. അത് സാറിനെ പറ്റിച്ച ഇവിടെയുള്ള ആള് RC ബുക്ക് മാറ്റി കൊടുക്കൂല. അതെ, അവസാനം ലാസ്റ്റ് ഞങ്ങൾ അവിടെ ചെന്ന് വണ്ടി തിരിച്ചു കൊടുക്കുന്നു. അതെ, അങ്ങനെയാണ് സാറ് ഞങ്ങളായിട്ടുള്ള ബന്ധം തുടങ്ങുന്നത് കേട്ടോ. അതെ, കഥയുടെ ആരംഭം നോക്കിയേ. എന്നോ വലിയ കുത്തനെയുള്ള കയറ്റം നോക്കിയേ. മമ്മി എങ്ങനെയുണ്ട് മമ്മി? മമ്മി ഉറങ്ങി വീണ് കേട്ടോ. അമ്മേ കാണമ്മേ നോക്കമ്മേ. അടിപൊളി. എങ്ങനെയുണ്ട് ഇപ്പൊ, എങ്ങനെയുണ്ട്? ഈ ഭാഗങ്ങളൊക്കെ നേരത്തെ എന്ത് ഇടിഞ്ഞതോ അങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞോ അങ്ങനെ എന്തോ പ്രശ്നം ഉണ്ടായിരുന്നു. അങ്ങനെ ഇത് ഫുൾ ഇന്റർലോക്ക് കിട്ടി, സൈഡൊക്കെ കെട്ടിയെടുത്തടല്ലേ ഇവനെ. ഒറ്റ വണ്ടിക്ക് കഷ്ടി പോകുള്ളൂ കേട്ടോ. എന്നാ പറഞ്ഞാൽ ഇപ്പത്തെ റോഡ് സൂപ്പറാ. ഈ വർഷത്തെ റോഡൊക്കെ ഇപ്പൊ ലെവലാക്കി. ഇതൊക്കെ എന്തായാലും നല്ല കാര്യമാണ്. കാരണം ഊരൊക്കെ ആവുകയാണ് നല്ല കേട്ടോ. മൊത്തം ഇന്റർലോക്ക് ആയിരുന്നു, അടിപൊളി ചെയ്യാനല്ലടാ. അതെ, ശരി. അതുകൊണ്ടായിരിക്കും ലേറ്റ് ആയത്. നമ്മളങ്ങനെ യാത്ര ചെയ്ത് വയനാട് എത്തി. അതായത് വയനാട് ജില്ലയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. വെൽക്കം ടു വയനാട്. രാവിലെ തന്നെ എന്നാ തിരക്കാന്ന് നോക്കിയാ ഗൈസ് നോക്കൂ, രാവിലെ സമയം ഇപ്പം കറക്റ്റ് 8 മണി, അതായത് 7:53. നമ്മളങ്ങനെ കറക്റ്റ് എവിടെ എത്തി? നമുക്ക് മാനന്തവാടിക്കല്ല, നമുക്ക് സുൽത്താൻ ബത്തേരിയിലെ പോണ്ടേ? ഇങ്ങോട്ടല്ലേ? ഗൈസ് നോക്കൂ. ഓ കണ്ടു. നീ കണ്ടോ? ആൾക്കാരൊക്കെ ഇറങ്ങി നോക്കുന്നു നോക്കിയേ. നമുക്ക് ഇവിടെ എന്നിട്ട് ഒരു ഫോട്ടോ ഒക്കെ പോയാലോ? ഇത് അടിപൊളിയായിരിക്കും കേട്ടോ. ഇവിടെ നമ്മൾ ജയ സാറിനെ കൊണ്ടൊക്കെ വന്നില്ലടാ. അതെ, ചായപ്പൊടി വേണമെന്നാട്ടാ പറഞ്ഞേ. മമ്മി ചായപ്പൊടി നിർത്തി മമ്മി. അതിനാ അതായത് 2ാമത്തെ പ്രാവശ്യം കേട്ടോ ഞങ്ങൾ ഈ റൂട്ടിൽ കൂടെ പോകുന്നത്. അതായത് അന്ന് അല്ല, അതെങ്ങനെ അഭിരാമി, നമ്മൾ ബസ് എടുത്തപ്പോ പോയില്ലേ? അത് അന്ന് ഇതിലേ ഇറങ്ങി വന്ന് ഊട്ടി കൂടെ. പപ്പ ഓർക്കുന്നുണ്ടോ? അപ്പൊ അങ്ങനെ സ്ഥലം കണ്ടോ, റോഡ് കണ്ടില്ല, അത് മതി. അതാണ് നമ്മുടെ ഒരു രീതി അല്ലല്ലോ ഇവനെ. അതെ, വളരെയധികം കാര്യമാണ്. ഈ ബുൾജറ്റ് എന്ന് വെച്ചാൽ റോഡാണ്, റോഡില്ലേ ഈ ബുൾജറ്റ് ഇല്ല. ഗൈസ് ഞങ്ങളുണ്ടല്ലോ, ഇതൊരു 10-12 ദിവസം കൊണ്ട് ഞങ്ങൾ യാത്ര തിരിച്ചു വന്നു. പാട് ഞങ്ങൾ പറയൂ. അതായത് നമ്മൾ വിയറ്റ്നാമിന് പോകും. വിയറ്റ്നാമിൽ ഞങ്ങൾ ഒരു ആവശ്യത്തിന് വേണ്ടി പോകുന്നതാണ്. ആ യാത്ര വിജയിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ തലവര മാറും, ഇല്ല വീണ്ടും ചങ്കരം തെങ്ങ തന്നെ. അത് തന്നെ പോയി നോക്കട്ടെ എങ്ങനെയാണ് ഞങ്ങളെ കൂട്ടിക്കൊണ്ട് പോകുന്നത്. പുള്ളി ഇന്നേരെ പറഞ്ഞ കാര്യം ഒന്നും പാലിയിട്ടില്ല അല്ലടാ ഇവനെ. അതെ. എന്നാടി
അല്ല ഊമ്പാനിയുടെ ഏതാ വേണ്ടേ? ഗൈസ് നോക്കൂ, ഇവിടെയൊക്കെ തേയിലയുടെ നല്ല കിടിലും കഴിച്ചു. ഇങ്ങോട്ട് നോക്കിയില്ല പിന്നെ എന്ത് രസമല്ല. ഇപ്പൊ തളുത്തിട്ടില്ലേ, തളുക്കുന്ന ആയിട്ടില്ല, ഇത് വെട്ടി വിട്ടതാ. തളുക്കണം, തളുത്ത് കഴിഞ്ഞിട്ടാണ് എന്ത് രസമാണ്. കൊടൈക്കനാലല്ല നമ്മളിന്ന് പോകുന്നത്, നമ്മളിന്ന് ഊട്ടി. ഞാൻ പോയി സ്നാഗി മേടിച്ചിട്ട് വരാം കേട്ടോ. കൊച്ചിന്റെ സ്നാഗി കഥ മോകയാ. പോട്ടെ. വേറെ എന്തെങ്കിലും മേടിക്കണോ? ആയിക്കോട്ടെ. മീഡിയം അല്ലേടി? സ്നഗി ലാർജ് വലിയ വണ്ടില്ല വന്നേ. ആ ലാർജ് എല്ലാം മറന്നു വേണ്ട. എത്രയായി ചേട്ടാ? മറ്റേ ORSന്റെ മറ്റേ ആ ഒരു സാധനം ഉണ്ടോ? അല്ല മറ്റേ നമ്മുടെ ഒരു തണുത്ത എന്തോരം ഉണ്ട്? 10 തന്നെ. ഫൈനലി അങ്ങനെ മേടിച്ചിട്ടുണ്ടോ? എന്നാ അത് ക്ഷീണം വന്നു കഴിഞ്ഞാൽ കുടിക്കാനുള്ള. മൈക്കിൾ എണീറ്റോ? അയ്യോ, ഇതെവിടുന്ന് ലൈറ്റർ കിട്ടിയേ? ഓ, കഷ്ടകാലത്തിന് ചോദിച്ചാണല്ലോ. നമ്മള് എപ്പോഴും യാത്ര ചെയ്യാൻ വേണ്ടി നമ്മളൊരു സ്ഥലത്തോട്ട് ഇറങ്ങുമ്പം നമ്മൾ മെയിനായിട്ട് മേടിക്കേണ്ട ഒരു സാധനമാണ് ലൈറ്റർ. അല്ലടി, അതിന്റെ കഷ്ടകാലം കാണിച്ചപ്പോ. ORS ആ പറയടാ. വീട് എവിടെയാ? ആണോ? എവിടെ പോ നീ? ആണോ? എവിടെ പോ? ആണോ? പേരെന്നാ? രാഹുൽ തൃഷൻ. പൊക്കോട്ടെടാ. ഓക്കെ, കാണാം കേട്ടോ. ആ ഗൈസ് നോക്കൂ, അപ്പം ഇതാണ് ORS. ഞങ്ങൾ റെഡ് ബുള്ള് അങ്ങനെ പല പല സാധനങ്ങൾ പയറ്റി നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ സാധനം നമ്മൾ കുടിക്കുവാണെങ്കിൽ അത്യാവശ്യം നമുക്ക് ക്ഷീണങ്ങളും സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെ മാറി കിട്ടും. അതല്ല ബിരാമി, ഇതിങ്ങനെ പാക്കറ്റ് വന്ന് ഭയങ്കര ഉപകാരമായില്ലേ? ഇതന്ന് ലിബിന് നമ്മൾ പിന്നെ ബാംഗ്ലൂർ എയർപോർട്ടിൽ നിന്ന് കൊണ്ടുവന്നല്ലോ. ആ സമയത്ത് ഈ സാധനം കുടിച്ചപ്പോൾ നല്ല കുറവുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ ഈ സാധനം ഇപ്പം നമ്മൾ പിടിക്കാൻ തുടങ്ങി കേട്ടോ. ഫൈനലി ഈ കാണുന്ന വഴി കൂടിയാണ് നമ്മൾ പോണത്. മൈസൂർ ഊട്ടി. എടി ഊട്ടി താഴോട്ടാണല്ലോ കാണിക്കുന്നത്. നോക്കിയ ക്ഷീണം ഏറ്റവും കൂടുതലുള്ള നമ്മുടെ കൊച്ചിനാണ് കേട്ടോ. അവൻ ആദ്യം തന്നെ മൈക്കിളിനെ ക്ഷീണം. മമ്മി ഒരെണ്ണം കുടിച്ചോട്ടോ, ക്ഷീണം മാറും. നല്ല സാധനം, നല്ല അടിപൊളി സാധനം. നമ്മൾ നേരെ നിൽക്കും. പോലീസ് ചെക്ക് പോസ്റ്റാ? അപ്പൊ കേരളം കഴിഞ്ഞിട്ടില്ലേ ഇവനെ? അല്ലടാ, ഇതിപ്പോ കർണാടകയാണോ കേരളമാണോ? അല്ലല്ല, ഇത് തൊട്ട് ഫ്രണ്ടിലുണ്ട്. കേരള തമിഴ്നാട് ബോർഡറിലേക്ക് നമ്മളിപ്പോ ചെല്ലാൻ വേണ്ടി പോണേ. ഏതാനും നിമിഷങ്ങളിൽ ചെല്ലും. നല്ല കീട്ടില്, നല്ല പ്രകൃതി ഭംഗി, നല്ല പച്ചപ്പ് നിറഞ്ഞ ഒരു അത് ദൈവത്തിനാട്ടോ ഗൈസ്. ഒരു ചെറിയ പ്രശ്നമുണ്ട് ഇപ്പൊ അറിയാൻ പറ്റും. നമുക്ക് ഊട്ടിക്ക് കയറണേൽ എന്തോ പാസ് വേണം. ഊട്ടിപ്പട്ടണം ബ്യൂട്ടിപ്പട്ടണം അതല്ല, പിന്നെ ഊട്ടിയല്ലേ ചട്ടി. അപ്പൻ അടുത്ത് പറയും ലിവിനെ, അവിടെ ചെല്ലുമ്പോ പാസ് ചോദിക്കുമ്പോ പാസ് കൊടുക്കണമെന്നാണ് നമുക്ക് പറയാം. നമ്മൾ ഇന്നലെ മുതൽ ട്രൈ ചെയ്യുന്നതെന്നൊക്കെ ശ്രമിച്ചു നോക്കാം. എന്തായാലും ഇവിടെ നിന്ന് ഇനിയിപ്പോ ഏതാനും ഒരു എനിക്കൊന്ന് വിത്തിൻ ഒരു 600-700 മീറ്ററേ ഉള്ളൂ ഈ കാണുന്ന ബോർഡറിലേക്ക്. നമുക്ക് നേരെ അങ്ങോട്ട് ചെന്ന് നോക്കാം. അങ്ങനെ ചോദിക്കൂലേ ഈ ശനിയാഴ്ച ഞായറാഴ്ച തിരക്കുള്ള ദിവസമില്ലേ, അന്നപ്പോ മാത്രമേ ഈ സാധനം ചോദിക്കുള്ളൂ. അങ്ങനെയാണ് സാധ്യത കൂടുതൽ. ഞങ്ങൾ അങ്ങനെ മൈസൂർ ബോർഡർ എത്തി കേട്ടോ. മൈസൂരല്ലേ പിന്നെ തമിഴ്നാട് ബോർഡർ. തെറ്റിപ്പോവാ സുഹൃത്തുക്കളെ. ഞങ്ങൾ അങ്ങനെ ഫൈനലി തമിഴ്നാട് തമിഴ്നാടൊക്കെ കണ്ടു. ഇനിയിപ്പോ നേരെ അവരുടെ ചെക്ക് പോസ്റ്റിൽ ചെന്ന് കയറുമ്പോൾ അറിയാം എങ്ങനെയാവും എന്താവും എന്നൊക്കെ ഉള്ളത്. ഇത് വേണമെന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. എന്റെ വിശ്വാസം പറഞ്ഞത് വേണ്ടവനെ. കാര്യം എന്താ വെച്ചാൽ തിരക്കുള്ള ദിവസം മാത്രമേ അവർ ചോദിക്കുള്ളൂ, തിരക്കില്ലാത്ത ദിവസം അത് ചോദിക്കില്ല. പപ്പയുടെ ആരെങ്കിലും റിലേറ്റീവ്സ് ഉണ്ടെന്ന് പറയാം അവിടെ അല്ലേ? പപ്പ തമിഴ് സംസാരിച്ചാൽ മതി കേട്ടോ. ഇനി മൊത്തം തമിഴാക്കോട്ടോ. ഇതാണ് പോസ്റ്റിലൊരു പോസ്റ്റ് പോലും ഇല്ല. പൊക്കോ, ഞാൻ പറഞ്ഞില്ലേ ചോദിക്കൂല എന്നുള്ള ഉറപ്പല്ലേ? പിന്നെ ചോദിക്കൂല, തിരക്കൊണ്ട കയറാൻ പാടില്ല കേട്ടോ. പ്ലാസ്റ്റിക് കൂടെ കയറി കഴിഞ്ഞിട്ടുണ്ട് 1000 രൂപ ഫൈനാണ് ഇവിടെ കിട്ടുന്നത്. അടിപൊളി, സന്തോഷം. ഇനി ഇതാ കാണിച്ചത് ഗൂഡല്ലൂർ. നമ്മളിപ്പോൾ ഗൂഡല്ലൂരാ? അല്ല, 26 കിലോമീറ്റർ ഉണ്ട് ഗൂഡല്ലൂരിന്. ഇവിടെ എന്നാ ചെക്കിങ്? ഇവിടെയാണ് പാസ് കാണിക്കണ്ടേ? നമുക്ക് പാസ് ഇല്ലല്ലോ. ഞങ്ങൾ വണ്ടി ഇവിടെ ഇട്ടു. ഇതാണ് ചെക്ക് പോസ്റ്റ്.
ഞങ്ങൾ പറഞ്ഞു ഞങ്ങളുടെ ആപ്പിലാകുന്നില്ല. അവര് പറഞ്ഞു നിങ്ങളുടെ സിമ്മിന്റെ പ്രശ്നമാണ്. ഞങ്ങളോട് ഏതാന്ന് ചോദിച്ചു. ഇല്ല ഞങ്ങളോട് പറഞ്ഞു സാധനം രജിസ്റ്റർ ചെയ്യാൻ പറഞ്ഞു. ഞങ്ങൾ ആപ്പിലും വെബ്സൈറ്റിലും എടുത്ത് അവിടെ രണ്ടുപേരും ട്രൈ ആക്കി. ഇതും കൊടുത്തു അതും കൊടുത്തു, കിട്ടുന്നില്ല. അപ്പൊ ഞങ്ങൾ പറഞ്ഞു അഭിരാമിക്ക് വിവരം ഉള്ളതെന്ന് പറഞ്ഞു. അഭിരാമിനെ അപ്പനെ അങ്ങോട്ട് വിട്ടിട്ടുണ്ട്. രണ്ടുപേർക്കും വിവരം കൊടുത്തത്. അവിടെ എന്തോ പാസ് ഒക്കെ എടുത്തിട്ട് ഈ പാസ് എടുത്തിട്ട് പോവാന്നാ പറഞ്ഞത്. അപ്പൊ അവർ രണ്ടും അങ്ങോട്ട് പോയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യട്ടോ. ഞങ്ങൾ പോകുന്നില്ല. ഇങ്ങോട്ട് വന്നപ്പോൾ ഫുൾ TN വണ്ടി ആയിട്ടോ. ഇത് ഫുൾ TN അല്ല ലിബി? ഇത് KL, അത് TN. ഇതെന്നാ സംഭവം? ഞങ്ങൾ അങ്ങോട്ട് പോകാത്തതെന്നു ചോദിച്ചാല് അവരെന്തെങ്കിലും പറഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാവൂല. അതുകൊണ്ട് മിണ്ടായിരിക്കുന്ന നമ്മളിവിടെ നിൽക്കാട്ടോ. മമ്മി ഇതിൻ്റെ അകത്തുണ്ട്. ഞങ്ങൾ എന്തായാലും ഇവിടെ വെയിറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. ഞങ്ങളിവിടെ ഈ പാസ് എടുത്തോണ്ടിരിക്കുക കേട്ടോ. കിട്ടിയാ? കൊടൈക്കനാൽ, ഊട്ടി. പേര് സംഭവങ്ങൾ എത്ര ദിവസത്തെ സംഭവമാണ്. ഇത് എന്തായാലും വേണം കേട്ടോ. ഇതില്ലാതെ കയറ്റി വിടൂല. 5000 രൂപ ഫൈനാണ്. എന്റെ ദൈവമേ, ആരും ഇത് എടുക്കാതെ ക്രോസ് ചെയ്താക്കല്ലോ. 5000 രൂപ മേടിച്ചോണ്ട് പോകും. ഞാൻ ഇന്ന് കഴിഞ്ഞ ദിവസം കണക്കൂട്ടിട്ടാ, നമ്മൾ ഏകദേശം 10 രാജ്യത്ത് കണ്ട് വണ്ടി ഓടിച്ചു. പക്ഷെ അവിടെ ഒന്നും ഇതില്ല അല്ലേ? ആകെ ചൈന. ചില സ്ഥലത്ത് നമ്മൾ അറിയുന്നില്ലല്ലോ അല്ലെ. പിന്നെ വിദേശ വണ്ടികൾക്കൊക്കെ ചില കൺസെഷൻ ഒക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ പോകുന്ന നമ്മള്. ഇതിപ്പോ നമ്മുടെ വണ്ടി നമ്പറും സംഭവങ്ങളൊക്കെ എല്ലാം അടിച്ചു കൊടുക്കുകയാണ്. വണ്ടി നമ്പർ കറക്റ്റ് ആണെന്ന് കിടക്കുന്ന വണ്ടികളൊക്കെ ഈ പാസ് ഇല്ല ആണോടാ? 4526 ആയിരിക്കും. ഞങ്ങളുടെ വണ്ടിയുടെ ഒന്നും നമ്പർ അല്ല, ആകെ TTയുടെ നമ്പർ മാത്രമേ ഞങ്ങൾക്ക് അറിയത്തുള്ളൂ. ഇതെല്ലാം ഈ പാസ് ഇല്ലാതെ വന്ന് കിടക്കുന്ന വാഹനങ്ങളാട്ടോ. എല്ലാവരും എടുത്തിട്ട് 60 രൂപ അടയ്ക്കണം. കിട്ടിയോടി? ആണോ? പാസ് കിട്ടി കേട്ടോ. പാസ് കിട്ടി. അടുത്ത മാസം 10 സ്കാനിങ് സംഭവങ്ങളൊക്കെ. എത്ര ദിവസത്തേക്കുള്ള? നേപ്പാൾ വഴി ചൈന വഴി ഫ്രീ ഓഫ് കോസ്റ്റ് അല്ലേ? സ്ക്രീൻഷോട്ട് എടുത്തു വെക്കാം. പൈസ കൊടുത്തു അപ്പം സ്ക്രീൻഷോട്ട് എടുത്തു വെക്കടി. ഓക്കെ, കിട്ടി. അപ്പൊ ഇനി എന്നെ ഇതിവിടെ കാണിക്കണേ ചേച്ചി? എല്ലാം കഴിഞ്ഞു. മമ്മിയുടെ 40 ഇതാ. അപ്പൻ ഇവിടെ തകർത്ത് വരും കേട്ടോ. കിട്ടിയോ? മമ്മി വണ്ടിക്കകത്ത് ഇറങ്ങിയാ? ഓട്ടോക്ക് അങ്ങോട്ട് പോവാ? മൈക്കിൾ ഇറങ്ങിയോടാ? ആ ഗൈസ് നോക്കൂ, ഫൈനലി നമുക്ക് പാസ് കിട്ടി, സാധനങ്ങൾ കിട്ടി. കയറുന്നതിന് 60 രൂപ കൊടുക്കണം. ഈ പാസ്സില്ലാതെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ 5000 രൂപ. 5000 രൂപ ഫൈനാണെന്നാണ് പറഞ്ഞത്. അപ്പം കിട്ടിയത് എന്തായാലും ഭാഗ്യം. ഞങ്ങൾ അവിടുന്ന് കുറേ എടുക്കാൻ വേണ്ടി ശ്രമിച്ച സാധനം കിട്ടിയില്ല കേട്ടോ. ഇവിടെയാണ് ഞാൻ വണ്ടി നിർത്തിയിട്ട്. മമ്മി ഓഫാക്കാതെ മമ്മി ഇറങ്ങിപ്പോടാ. മമ്മി കൊള്ളാലോ. അതിനെ മമ്മി ഇറങ്ങിയേ. എന്ത് പറ്റി? ഗൈസ് ഈ ടൗണിലുള്ള എല്ലാവരും ഇറങ്ങി കേട്ടോ. നമ്മളെ കണ്ടപ്പോൾ ആരൊക്കെയോ ഞങ്ങളെ കൂകിക്കാറി വിളിച്ചു. അപ്പോൾ കൈ പൊക്കി കാണിച്ചപ്പോൾ എല്ലാവരും ഇറങ്ങി. ഹായ്, പോലീസുകാരൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു ആരേവന്മാര് എന്താന്നൊക്കെ. അപ്പോൾ അവിടുത്തെ ഏതൊരു പോലീസ്, അവിടുത്തെ എന്തൊരു ഉദ്യോഗസ്ഥൻ നമ്മളെ അറിയായിരുന്നു. ആ പുള്ളി അങ്ങോട്ട് സെൽഫിയൊക്കെ എടുത്തു കഴിഞ്ഞപ്പം ഞങ്ങളോട് പറഞ്ഞു, അല്ല അവരും അങ്ങോട്ട് കൊണ്ട് പറഞ്ഞു ഞങ്ങൾ കേരളത്തിലുള്ളതെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. നമുക്കറിയില്ലെങ്കിൽ അവിടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് നമ്മുടെ അല്ലാതും പിന്നെ എത്ര പേര് പോകുന്നുണ്ട്, വണ്ടി എത്ര മാനുഫാക്ചർ എങ്ങനെയാണ് എല്ലാം കൊടുത്തിരിക്കണം. ഗൈസ് അതിനിടയ്ക്ക് ഞങ്ങൾ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. ഞങ്ങൾ അവരോട് കൊടുത്ത് ഫോട്ടോ എടുത്തിട്ട് വരട്ടോ കേട്ടോ. യെസ് ഗൈസ്, ഞങ്ങൾ അങ്ങനെ കുറേ സബ്സ്ക്രൈബേഴ്സിനെ കണ്ടു. എന്തായാലും ഒരുപാട് സന്തോഷം. പോകട്ടെ? ഓക്കെ, കാണാം കേട്ടോ. ഓക്കെ. ഗൈസ് നോക്കൂ, ഫൈനലി ഞങ്ങൾ പോവാണ്. അവരോട് കൂടുതലും ഫോട്ടോ എടുത്തു. എന്നെ സംഭവം എന്ന് വെച്ചാൽ നമുക്ക് ഈ യാത്രയിൽ എൻ്റെ തൊപ്പി വരെ തെറിച്ചു പോയല്ലോ കർത്താവേ. എന്തിനാന്ന് പറ ഗൈസ്. നോക്കൂ, അതായത് നമുക്ക് ഈ യാത്രയിൽ ഒരു 5 മണി 6 മണി ആ സമയം വണ്ടി ഒതുക്കണം. കാരണം നമുക്ക് ഈ ഹോട്ടലൊക്കെ തപ്പിയെടുത്ത് അങ്ങനെയൊക്കെയുള്ള സ്റ്റേ ചെയ്യാൻ വേണ്ടി. അപ്പം നേരത്തെ വേണം കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി. അത് പറഞ്ഞ വളരെയധികം കാര്യമാണ്. നമുക്ക് എഡിറ്റ് ചെയ്യണം, വീഡിയോ കയറ്റണം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഇതാ നിങ്ങളാരും കണ്ടില്ല? ഇതേ എന്റെ കൂട്ടുകാരനാ, മരത്തേക്ക് കയറും. ഗൈസ് ഞങ്ങൾ എന്തായാലും നേരെ ഫ്രണ്ടിലേക്ക് പോകും. നമ്മളുണ്ടല്ലോ ഇങ്ങ് തമിഴ്നാട് എത്തിക്കഴിഞ്ഞപ്പം തേയില റെഡിയാക്കി എടുക്കും. നീ ഒരു കാര്യം ശ്രദ്ധിച്ചോ? നമ്മൾ തമിഴ്നാട്ടിലെ തേയിലത്തോട്ടം കണ്ടു, നമ്മൾ കേരളത്തിലെ തേയിലത്തോട്ടം കണ്ടു ഒരു ദിവസം തന്നെ. അതൊരു പ്രത്യേക സംഭവം വെച്ച് ഇങ്ങനെ ഞെക്കി ഗൈസ് കുറച്ച് ഫ്രണ്ടിലേക്ക് വന്ന് ഞങ്ങൾ വണ്ടി നിർത്തി കേട്ടോ. അമ്മ ഇറങ്ങുന്നു, അഭിരാമി ഇറങ്ങുന്നു, മൈക്കിൾ ഇറങ്ങുന്നു. അപ്പനും ഞാനും ലിബിനും ഇറങ്ങി. ഇവിടെ ഒരു കിടിലൻ തേയിലത്തോട്ടം കണ്ടു. തേയിലത്തോട്ടം കണ്ടിട്ട് ഞങ്ങൾ ഇറങ്ങിയതാട്ടോ. ഈ സാധനമാണ് ചായ കുടിക്കുന്നത്. എന്നാ അന്ന് വെച്ചാൽ എന്നാ മനസ്സിലായല്ലോ. വലിയ മുതിർന്നവർ പറയുന്നത് കേട്ടോണം കേട്ടോ. അപ്പൊ അമ്മ വന്ന് എന്തെങ്കിലും പറയും, സംഭവം കുളമായി കൈ കിട്ടും കേട്ടോ.
ആനമണം ഉണ്ട് കേട്ടോ, ശരിയാ. ഇതാ തേയില. മമ്മി തേയില കണ്ടിട്ടില്ലല്ലോ, ഇതാ നേരിട്ട് തേയില കാണിച്ചിരിക്കുന്നു. അമ്മേനെ പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അവിടെ ഇവിടെ കൊണ്ട് കാണിച്ചെന്നാ. ഓ ഗൈസ്, മൈക്കിൾ ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. അതിന്റെ ഒരു മെയിൻ ഇവിടെയൊക്കെ വരാൻ നേരത്ത് നമ്മൾ ഇങ്ങനെ നിൽക്കണം. അതിന്റെ ഫ്രണ്ടിൽ നിന്ന് ഒരാള് ടിക്ക് ഒരു ഫോട്ടോ ഗൈസ്, അങ്ങനെയാണ് അതിന്റെ സെറ്റപ്പ്. അടിപൊളിയാ. ഗൈസ് നോക്കൂ, മൈക്കിൾ കുട്ടിയുടെ തന്നെ ഡ്രസ്സ് മാറുക. ഓരോരുത്തരായിട്ട് ടീ ഫാക്ടറിയിൽ, അല്ല സോറി, ടീ പ്ലാന്റേഷനിലേക്ക് കയറുക കേട്ടോ. ഇവിടെ ഒരു വലിയ ചെയിൻ ആയിട്ട് ആക്കുന്നത്. അതെ, നമ്മളങ്ങ് കയറുക. ഗൈസ് നോക്കൂ, ഇവിടുത്തെ ഒരു കിടിലം വലിയൊരു ചെയിനാ. എന്നടാ ഇതിപ്പോ നമ്മുടെ സ്വന്തം സ്ഥലം. ഏതാ ഇത് മൈക്കിളിനെ കാണിക്കുന്നത്? മൈക്കിൾ തൊഴിക്കുന്നുണ്ട്. എവിനെ കണ്ടു കഴിഞ്ഞാൽ മൈക്കിളെ കൊണ്ട് രക്ഷപ്പെടും. എന്നാ കഴിഞ്ഞു എങ്ങനെയെങ്കിലും. ഗൈസ് നോക്കൂ, ഇത് ചാടി കടന്ന് നേരെ പോട്ടെ. പപ്പ അങ്ങ് പോയല്ലോ. മൈക്കിളെ, നീ എന്നാ കാണുന്ന വല്ല നിനക്ക് ഓർമ്മയുണ്ടോ? നീ കാണുന്ന ടീ പ്ലാന്റേഷനാ. ഇതാണ് ചായത്തോട്ടം. വായോ ഗൈസ്, അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ വന്നു. അപ്പോൾ പുള്ളി ഇവിടെ ഒരു ഫോട്ടോ കഴിച്ചിട്ട് പോട്ടോ. പേരെന്നാ? അഖിൽ. ഞങ്ങൾ നേരെ ഫ്രണ്ടിലേക്ക് പോയതാണ്. അപ്പോൾ ഞങ്ങളൊരു സബ്സ്ക്രൈബർ വന്നപ്പോൾ ഞങ്ങൾ നേരെ തിരിച്ച് അങ്ങോട്ട് പോയി. വീണ്ടും ഞങ്ങൾ ഫ്രണ്ടിലേക്ക് പോവാണ്. ഈ കിടിലം തേയിലത്തോട്ടത്തിന്റെ നടുക്കൂടെ ഞങ്ങൾ നടക്കുക. അതായത് നേപ്പാളില് പിന്നെ ഒരു പ്രത്യേക മരമുണ്ട്. ആ മരം കൊണ്ടാണ് ജപ്പാനിൽ നോട്ടടിക്കുന്നത്. ആ നേപ്പാളിൽ ആ മരം ഇല്ലാതായി കഴിഞ്ഞാലോ ആ മരത്തിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ജപ്പാനിൽ നോട്ടടിക്കൂല. അപ്പം ജപ്പാൻകാർ തന്നെ ചെയ്യും. അല്ല, അതുകൊണ്ട് അവര് കണ്ടുപിടിച്ച, ജപ്പാൻകാർ തന്നെ കണ്ടുപിടിച്ചാണല്ലോ ഇവനെ ആ ഒരു മരം. ആ മരത്തിലാണ് നോട്ടടിക്കുന്നത്. അവർ ജപ്പാൻ നോട്ട്. തട്ടിപ്പൊളിയാണല്ലോ. ഇതിലെ നടന്നു പോവാണ്. നല്ല രസം കേട്ടോ. എന്ത് രസം എന്ന് വെച്ചാൽ നല്ല പച്ചപ്പ് എന്ന് വെച്ചാൽ ഒരു ഇളം പച്ചപ്പല്ലേ ഇവനെ. അതായത് ഇതേപോലത്തെ കടും പച്ചപ്പല്ല കേട്ടോ. എന്തിയെ ഈ കാണുന്ന ഇതിന്റെ തൊട്ടപ്പുറത്തെ അപ്പുറം എന്റെ സഫാരിക്കുട്ടി കിടപ്പുണ്ട് കേട്ടോ. ഓ സന്തോഷം. മഞ്ഞ മൈക്കിളെ, പപ്പനെ കാണിക്കാൻ പോടാ. അപ്പനാട്ടോ ഈ സ്ഥലമെല്ലാം ആദ്യം പോയി കണ്ടുപിടിക്കുന്നത്. വെടി വീഴുവോ അപ്പ? ഉണ്ടിക്കോട്ട വീഴുവോ? ദൈവത്തിനറിയാം. പടേന്നൊരു സൗണ്ട്. എന്റെ രസം നോക്കിയാലേ. ഗൈസ്, ഇത് ഇത്ര ബ്യൂട്ടിഫുൾ ആണെന്ന് ഞാൻ അറിഞ്ഞില്ല കേട്ടോ. ആൾക്കാരെ മിണ്ടായിരിക്കാൻ. വാ കേറി വാ. മൈക്കിള്, നീ ആദ്യമായിട്ടല്ലേടാ തേയില കാണുന്നേ? അല്ലേ? മൈക്കിൾ ആദ്യമായിട്ടാണ്. മൈക്കിള് ഇവളുടെ വയറ്റിലുള്ള സമയത്താണ് നമ്മൾ. അത് ശരി കേട്ടോ. ഇപ്പം എത്ര വർഷമായി? 2 വർഷമായി. അന്ന് വന്ന് പിന്നെ നമ്മൾ വേളാങ്കണ്ണിക്കാണ് പോയത്. വേളാങ്കണ്ണിക്ക് പോയപ്പം വെറുതെ ഇവിടം വരെ വന്നതാണ്. കോടയും കൂടെ ഉണ്ടെങ്കിൽ സൂപ്പറായിരുന്നു കേട്ടോ. അപ്പം ചിലപ്പോൾ ഉണ്ടാവും. മറ്റേ ഇതുണ്ടാവും മമ്മി, ചിലപ്പോൾ മറ്റേ പുഴു ഉണ്ടാവും. ശ്രദ്ധിക്കണേ. താന്നി മരം. എന്നത് ഈ താന്നി കുറെ ഔഷധമുള്ള കേട്ടോ. ഫൈനലി ഞങ്ങൾ അങ്ങനെ ഈ ഒരു കുന്നിന്റെ ചെരുവിലെത്തി. അതായത് ഇതിന്റെ അപ്പുറമാണ് വണ്ടി കിടക്കുന്നത്, ഇതിന്റെ ഇപ്പുറമാണ് ഇത് തേയില കിടക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് പൈൻമരോ ഈ സംഭവം തണലിനും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കും ഇടവേളയായിട്ട് വെക്കുന്നത്. അപ്പന ഒച്ച പോലും ഇല്ല. ഇവിടെ 4 വരുന്നു കിടക്കണം. വേറെ ഇതുണ്ടോ തേയിലക്ക് കുരു? തേയിലക്ക് കുരുവുണ്ട്. നിനക്കത് അറിയത്തില്ലായിരുന്നു? അവിടുത്തെ മനുഷ്യനാ കുരു ഉള്ളത്. തേയിലക്കും കുരുവായി. എടാ പൂവുണ്ടാ? തേയില പൂ കണ്ടിട്ടുണ്ടോ? ഇതാ ഈ നിൽക്കുന്നതാണ് തേയിലയുടെ പൂ. ഇത് ലബി, ഇതേടാ ഈ കാണുന്ന തേയിലയുടെ പൂ. വളരെ ഭംഗിയുള്ള കാണാൻ. പിന്നെ ഈ പൂവായിരിക്കല്ലേ കായാകുന്നേ? ഇതാ വലിയ വലിയ കായ ഉണ്ടല്ലോ. അപ്പൊ അങ്ങോട്ട് പോകണ്ടോ? അപ്പൊ തെന്നി വീഴുമ്പോ വാമോനെ വാ. ലാസ്റ്റത്തെ വാക്കാ. നീ ക്യാമറയും കൊണ്ട് വരാൻ, ക്യാമറ കൊണ്ട് വരാൻ പറയാൻ ഭാഗ്യ കേട്ടോ. അല്ലേ? ഇവിടം വരെ എത്തി. അത് ശ്രദ്ധിക്കണേ, തെന്നി വീഴാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ. താഴ്വര. അപ്പൊ ഇതിലേ പോകാൻ വഴിയുണ്ട് കേട്ടോ. ഇത് നല്ല വഴി ഇതിലേ പോകാനുണ്ട്. 100 ഏക്കർ സ്ഥലം ഉണ്ടാവും. 100 അല്ലടാ, ഇത് എന്തോരം ഉണ്ടാവും ഓർത്താ. എന്റെ അമ്മോ എന്ത് രസം. ഒരു പ്രത്യേക രീതിയിലുള്ള പച്ചപ്പാട്ട്. കമ്പനിയുടെ ആയിരിക്കും. അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ എന്തോ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് അവിടെ നോക്കാടാ. സന്തോഷം നോക്കിയേ. കൈയിട്ടടിക്കുക. നീ എന്നാ കണ്ടേ? ടീ ലീഫ്. നീ എന്നാ കണ്ടേ? ടീ ലീഫ്. തേയിലേക്ക് തന്നെ പിന്നെ എന്നാ പറയുന്നത്? ടീ ലീഫ്. ചായപ്പൊടിയുടെ അല്ല. അതെ. ഏതാ? യെസ്. എനിക്ക് സംഭവം പിടികിട്ടില്ല. നിനക്ക് വല്ലതും പിടികിട്ടോ? കരിവെട്ടി എന്ന് പറഞ്ഞ ഒരു മരമാണ് അപ്പം പറയുന്നത്. അതേപോലത്തെ ഇലയാണെന്നാണ് ഈ തേയിലയുടെ എന്നാണ് പപ്പ ഉദ്ദേശിക്കുന്നത്.
അതാണ് സംഭവം. അപ്പൊ അത് തേയില വലുതായി പോയതപ്പ മുറിക്കാത്ത ആ ഇല ഇതായിട്ട് കണ്ടോ? എന്റെ അപ്പ ഇത് തേയില വലുതായി പോയതപ്പ വെട്ടാത്ത. ഇതിൻ്റെ അകത്തുനിന്നാണ് ശരിക്കും ചായ ഉണ്ടാകുന്നത്. പക്ഷെ ലോകരാജ്യത്ത് ഏറ്റവും കൂടുതൽ കുടിക്കുന്ന കാപ്പിയല്ലേ? കോഫിയാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ കുടിക്കുന്നത്. ഓ അതിലും സൂപ്പർ ഇവിടെ. ഓ മൈ ഗോഡ്. എന്നാ അരി മമ്മിയാ ഗൈസ് ഇത് നോക്കണേ കുപ്പിച്ചില്ലേ? ഇത് അടിപൊളിയാട്ടോ. എബിനെ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ കുടിക്കുന്ന കാപ്പി, ലോകത്തിലെ ഏറ്റവും കൂടുതൽ കഴിക്കുന്ന മീറ്റ് പോർക്ക് അല്ലേ? അതെ അതെ, ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ കഴിക്കുന്ന പോർക്ക. അല്ല കോഴി രണ്ടാം സ്ഥാനത്താ. പന്നിയാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ കഴിക്കുന്ന മീറ്റ് പന്നിയാട്ടോ. യെസ്, അത് കാണുന്ന ഈ ഒരു ഇതിങ്ങനെ തട്ടായിട്ട് കിടക്കും കേട്ടോ. ഇത് നമുക്ക് ആ റോട്ടിൽ നിന്ന് ഇതിന്റെ ഇങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടെന്ന് മനസ്സിലാവില്ല കേട്ടോ. ഇത് ഇങ്ങോട്ട് വന്നാലേ നമുക്ക് ഈ കാഴ്ച കാണാൻ പറ്റൂല. സത്യം, എന്ത് രസം കാണാൻ. ഇത് ചെടിയാ മമ്മി, ഇതിന് എത്ര വർഷങ്ങൾ പഴക്കമുണ്ടെന്ന് ഓർത്താ. ഇത് നല്ല പഴക്കമുള്ള മാന. എന്നാ മാനെ കൈ നീട്ടി കാണിക്കുന്നേ? മാനെ കുറിച്ച് അറിയില്ലേ? ഇടയ്ക്ക് മാനേ മാനേ അപ്പനെ മാനേ. അല്ലേ? ഞങ്ങൾ നേരെ ഫ്രണ്ടിലേക്ക് വേണോ? വണ്ടി എവിടെ കിടക്കുന്നത് ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ. ആണോ? എന്നാ ഇതിലെ കയറി അങ്ങനെ പോവാ കേട്ടോ. ഗൈസ് ഇതിലെ ഞങ്ങൾ നേരെ തിരിച്ചിറങ്ങുവാണേ. ഞങ്ങളുണ്ടല്ലോ ഈ കാണുന്ന തേയിലത്തോട്ടത്തിൽ നിന്ന് ഞങ്ങൾ തിരിച്ചിറങ്ങുവാണ്. ഇനി എനിക്ക് തോന്നുന്നു ഒരു 70 കിലോമീറ്റർ ഉണ്ടെന്നോ ഊട്ടിക്കല്ലടാ ലിപിനെ? 70 വേർപ്പിനുള്ളതാണ് വെച്ചാൽ 2 മണിക്കൂർ കൊണ്ട് നമ്മൾ എത്തുള്ളൂ. ആണോ? ഗൈസ് നോക്കി, ഞങ്ങൾ പതിയെ പോകത്തുള്ളൂ കേട്ടോ. എന്നിട്ട് വേണം നമുക്ക് അവിടെ വൈകുന്നേരം ആകുമ്പോൾ ഒരു ഹോട്ടൽ എടുക്കാൻ വേണ്ടി. ആ ഹോട്ടൽ എടുത്തിട്ടാണോ അത് സ്റ്റേ? എത്ര ദിവസം സ്റ്റേ ചെയ്യുന്നത് ലിപിനെ? 1 2 എത്ര ലിപിനെ? ഒരു ഹോട്ടലിൽ ഒരു ദിവസമാണ് നമ്മൾ നിൽക്കാൻ പ്ലാൻ ചെയ്യുന്നത്, അല്ലെ ഓരോ മാറി നിൽക്കാനാണ് പ്ലാൻ ചെയ്യുന്നത്? മാറി നിന്നാ പോരെ, സ്ഥലത്തിനനുസരിച്ച് എടുക്കാം അല്ലേ? ഇവിടെ ഉണ്ടോ? അല്ല അവിടെ ഉണ്ടോ വഴി? കയറിക്കോ. അതിൻ്റെ അത് ചെറിയൊരു വരിയുണ്ട് കേട്ടോ അതിൻ്റെ അകത്തൂടെ പോകാൻ വേണ്ടി. ഫൈനലി നമ്മളങ്ങനെ എവിടെ എത്തി? റോട്ടിലെത്തി. ലിബിനെ, ഈ ഒരു സ്ഥലമില്ലല്ലോ, ഈ ഒരു സംഭവം നമ്മൾ മലേഷ്യ പോയപ്പോൾ കണ്ടേ, ഓർക്കുന്നുണ്ടോ? പിന്നെ ആ ഒരു സ്ഥലത്തിൻ്റെ ഒരു ഫീലിംഗ് ഉണ്ട് കേട്ടോ. അല്ലടി, ഞങ്ങൾ മറ്റേ നമ്മുടെ TT നെപ്പോളിയനെ കൊണ്ട് നമ്മൾ മലേഷ്യ പോയപ്പോൾ കണ്ടില്ലടാ. പിന്നെ അവിടെ ഉണ്ട് ഇത് കൂട്ട് സ്ഥലത്തിൻ്റെ പേരും ഓർക്കുന്നില്ല. അവരൊരു ഹിൽ സ്റ്റേഷൻ, ആ സ്ഥലത്തിന്റെ പേരെന്തായിരുന്നു? നമ്മൾ വണ്ടിയൊക്കെ ഇട്ട് ഫോട്ടോ ഒക്കെ എടുത്തു. പക്ഷെ അവിടെ ഒരു ടീ പ്ലാന്റേഷനിൽ കയറണമെങ്കിൽ എത്ര രൂപ കൊടുക്കണം? ശരിയാ, നമ്മൾ ഇങ്ങനെ പോയിട്ട് റൗണ്ടിൽ കൂടെ ഓടിച്ചു വന്ന സ്ഥലം. വളരെ കുറച്ച് സ്ഥലം മാത്രമേ ഉള്ളൂ ഇങ്ങനെ കാണാൻ പറ്റിയത്. ബാക്കിയുള്ള എല്ലാം നമ്മൾ ഇറങ്ങി പൈസ കൊടുത്ത് കാണണം. പിന്നെ അതിൻ്റെ അത് ടീ മറ്റേ കോഫി കുടിക്കുന്ന സ്ഥലമുണ്ട്, ടീ കുടിക്കുന്നത്. ടീ പ്രധാനമായിട്ട് അവിടെ അതേ ഉള്ളൂ. കള്ളക്കഴി. എടാ, ചായത്തോട്ടത്തിൽ കോഫി കിട്ടുമോ? ഇല്ല. എന്നാ വാ, അതിങ്ങനെ ചേർന്നിരിക്കുന്ന ബുദ്ധിയല്ലേ. ഗൈസ്, ലിബിന്റെ കാലിൽ അട്ട കയറി. എന്തിയേ എന്റെ എന്റെ ദേഹത്ത് കൂടി? എന്തിയടാ? ചെരുപ്പിന്റെ ഇടയ്ക്ക് അട്ട കയറി പോയി. എന്തിയേ എന്തിയേ? ഇതിന്റെ ഇടയ്ക്കുണ്ട് കോപ്പേ. 2 എന്തിനാ? എന്നാലോ അടിപൊളി. ലിബിയുടെ കാലിൻ്റെ ഇടയ്ക്ക് ഉണ്ട് കേട്ടോ. ഈ കൂട്ടത്തിൽ ലിബിൻ്റെ കാലേ മാത്രം അട്ട കയറി കേട്ടോ. ഫൈനലി നമ്മൾ എടുത്തു കളഞ്ഞു. ഇനിയിപ്പോൾ ഞങ്ങൾ നേരെ വണ്ടി കയറി നേരെ ഊട്ടി ലക്ഷ്യമാക്കി പോവാം കേട്ടോ. അപ്രോക്സിമേറ്റ് അത്യാവശ്യം കിലോമീറ്റർ ഉണ്ട്, വലിയ ദൂരമില്ല കേട്ടോ. ഫൈനലി ഞങ്ങൾ എല്ലാവരും വണ്ടിയെ കയറി കേട്ടോ. ഇനി എത്ര ഉണ്ടോ ലിബിനെ? 70 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. 70 കിലോമീറ്റർ 2 മണിക്കൂർ ഊട്ടി കേട്ടോ. 2 മണിക്കൂറും 17 മിനിറ്റിന്റെ ഉള്ളിൽ നമ്മൾ എത്തും. മൈക്കിളെത്തിയോ? മൈക്കിളെ അമ്മാമ എന്തിയേ? മൈക്കിളോട് ഒരു ഇലയൊക്കെ പറിച്ച് കൈവച്ചാക്കോട്ടോ, തേയില. ഓ, എന്നെ കുറിച്ച് കുറ്റം പറയലടാ. നേരെ പോട്ടോ കേട്ടോ. ഇങ്ങനെ ഫൈനലി ഞങ്ങൾ ആ തേയിലത്തോട്ടത്തിൽ ഇറങ്ങിയതിന് ശേഷം നേരെ മമ്മി പഴം എടുത്തായിരുന്നു. മമ്മി എവിടെ വായി കുത്തി കയറ്റാ അമ്മ? കുറച്ചു നേരത്തേക്ക് ഒരു രക്ഷയില്ല. അമ്മ ആപ്പിളെങ്കിൽ ആപ്പിള്. എന്ത് രസം നോക്കി ഇതിൽ പോകാൻ വേണ്ടി. പഴയ വുഡ് കൊണ്ടുള്ള ഇതൊക്കെ നോക്കട്ടെ, കടകള്, പഴയ വുഡ് കൊണ്ടുള്ള കടകളും സംഭവങ്ങളും. ഇതാ കടകളൊക്കെ അല്ലേ ഗൈസ്. എന്ത് രസം എന്ന് അറിയത്തില്ല ഇങ്ങനെ വണ്ടി ഓടിച്ചു പോകാൻ വേണ്ടി. നമ്മൾ ലോകരാജ്യങ്ങൾ എവിടെയൊക്കെ വണ്ടി ഓടിച്ചോണ്ട് ഈ ഒരു ഫീലിംഗ് ഒന്നും എനിക്ക് എവിടെയും കിട്ടിയിട്ടുണ്ട്. ഇന്ത്യയിൽ അത്രയും നാനാ ഭാഗങ്ങളിൽ നമ്മൾ പോയിട്ടുണ്ട്, പക്ഷെ അതിന്റെ അത്ര കാണാൻ സംസ്ഥാനങ്ങളും ഓരോ രീതിയിലുള്ള ടൂറിസ്റ്റ് പ്ലേസ് കൊണ്ട് അല്ലേ. നമ്മുടെ ഇന്ത്യയിലെല്ലാം ഉണ്ടല്ലോ, എന്തൊക്കെ രീതികളുള്ള സെറ്റപ്പ്. നമ്മളിപ്പോ പിന്നെ മരുഭൂമിയുണ്ട്.
ഭൂമിയുണ്ട്, ആ പുഴയുണ്ട്, എല്ലാം ഉണ്ട്, മനുഷ്യണ്ട്, കടലുണ്ട്. കടലുണ്ട്. അമ്മേ മതിയോ? ആപ്പിളുണ്ടോ? കടലുണ്ട്. എന്നാ വായിലേക്ക് കയറ്റിക്കേ, ഒരു രക്ഷയില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ സ്ക്രീൻ സ്പേസ് എടുക്കുന്നത് ഇത്ര ഭംഗിയുള്ള? അടിപൊളി. ഗൈസ് ഞങ്ങൾ നേരെ ഫ്രണ്ടിലേക്ക് എന്തായാലും വാഹനം ഓടിക്കുകയാണ്. കണ്ടു ഇത് സഫാരിയാ, നോ ടെൻഷൻ. സഫാരി. ഇതിന്റെ പഴയ പരസ്യം കണ്ടിട്ടില്ലല്ലോ നിങ്ങൾ? പഴയ പരസ്യം കണ്ടു കഴിഞ്ഞാൽ നിന്നെടുത്ത് എണീറ്റിരിക്കും നമ്മള്. എന്ത് പറഞ്ഞാലെന്താ വണ്ടിയല്ലേ? അല്ല എബിയല്ലേ ഓടിക്കുന്നേ? ഒറ്റ കട്ടർ വിടാണ്ട് ഓടിച്ചോളൂ. മമ്മി ഈ തള്ള പറയുന്നത് കേട്ടോ നിങ്ങള്? എന്റെ കൂട്ടുകാരന്റെ കൂട്ടത്തില് സെബിൻ വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ വണ്ടി ഓടുന്ന അറിയുള്ളൂ പറഞ്ഞു. എന്റെ കൂട്ടത്തിൽ കൂടി എന്റെ കൂട്ടത്തിൽ കയറി കഴിഞ്ഞാല് മമ്മി ലോകത്ത് ഏതൊക്കെ കട്ടണതൊക്കെ അറിയുന്ന പറഞ്ഞ. പിന്നെ റോഡില് എവിടെല്ലാം കുഴിയുണ്ട് ആ കുഴിയിലെല്ലാം ചാടി. കഴിഞ്ഞോ? സന്തോഷമായോ? താങ്ക് യു. ഈ കാണുന്ന ഇവിടെ മൊത്തം കാപ്പിത്തോട്ടം. അത് ഫ്രണ്ടിലേക്ക് നോക്കിയില്ല പിന്നെ എല്ലാ വശങ്ങളും കാപ്പിത്തോട്ടം. ഇത്ര നേരം നമ്മൾ തേയില കണ്ടിരുന്നെങ്കിൽ ഇപ്പൊ അത് മാറി ഫുള്ള് കാപ്പിത്തോട്ടമായിട്ടോ. അല്ലടി കാടായിരുന്നു. ഈ കാണുന്ന മൊത്തം സിംഹവാലൻ കുരങ്ങുകളോ. ആ സിംഹവാലൻ നമ്മൾ നേരത്തെ ഒരെണ്ണത്തെ കണ്ടു. ഒറ്റയാനെ കണ്ടായിരുന്നു കേട്ടോ നേരത്തെ. വലുത്. ആ അത് കഴിഞ്ഞു കേട്ടോ. ഇത് നോക്കിയ തേയില കുളമ്പ് നുള്ളിട്ട് ഇവിടെ ഇട്ടാക്കുന്ന നോക്കിയാ. അമ്മേ ഇതമ്മ തേയിലക്കുളമ്പ് നുള്ളി ഇവിടെ ഇട്ടേക്കുവാ. ഇതിനി വൈകുന്നേരം ഇവിടെ ട്രാക്ടർ പോലത്തെ ഒരു സാധനമുണ്ട്. അത് വന്ന് കളക്ട് ചെയ്ത് ഫാക്ടറിയിലേക്ക് കൊണ്ടുപോകും. എല്ലാ പരിപാടിയും കഴിഞ്ഞ് ചേച്ചിമാർ ആ മെഷീനും കൊണ്ട്, മെഷീനല്ല ആ ഒരു കത്രിക. ഇതൊരു പ്രത്യേക കത്രിക കേട്ടോ ഇത്. എല്ലാ പരിപാടിയും കറക്റ്റ് ആയിട്ട് കിട്ടോ കത്രികന്റെ അകത്ത്. അങ്ങനെ ഉണ്ടെന്ന് തോന്നണല്ലോ. ഇവർക്കെല്ലാം ഉണ്ടല്ലോ ഈ കമ്പനി താമസ സൗകര്യം ഇവിടെ അടുത്ത് തന്നെ കൊടുത്തിട്ടുണ്ടാവും. മറ്റേ ഈ ലൈൻ കെട്ടറും പോലത്തെ അങ്ങനെയൊക്കെയാണ് ഞാൻ കണ്ടിരിക്കുന്നത്. വേറെ കാര്യമുണ്ട്. അല്ലടാ ഇവർ ഒരു സ്ഥലത്തു നിന്ന് ഒരു സ്ഥലത്തോട്ട് പോവുക കേട്ടോ. അടുത്ത സ്ഥലത്തല്ലേ? ഇവർക്ക് കിലോയ്ക്കാണ് എനിക്ക് തോന്നുന്നത്. ഇവർക്ക് കിലോയ്ക്ക് തന്നെ പൈസ, ദിവസക്കൂലി അല്ല. കിലോത്തിനാണ് പൈസ. എത്ര ഞുള്ളുന്ന അതിനനുസരിച്ച പൈസ, എത്ര കിലോ ഞുള്ളുന്ന അതിനനുസരിച്ച് പൈസ. പൈസ അങ്ങനെ എന്തോ അങ്ങനെ സംഭവം കേട്ടോ. അങ്ങനെ ഇനി ഏതാണ്ട് 45 കിലോമീറ്റർ ഉള്ളു നമുക്കിനി ഊട്ടിക്ക്. ഇപ്പൊ നല്ല കിടിലൻ റോഡ്, നല്ല വീതിയുള്ള റോഡ്, നല്ല കണ്ടീഷൻ റോഡ്, അത്യാവശ്യം നല്ല രീതിയിലുള്ള വളവുകളുണ്ട്. ഈ വളവുകൾ ഇനി വളഞ്ഞു വേണം നമുക്ക് കയറാൻ വേണ്ടിടാ. നമ്മൾ അന്ന് വന്ന റൂട്ടാണോ അല്ലയോ എന്നൊരു സംശയം. അന്ന് വന്ന റോഡ് അടിപൊളി. അങ്ങോട്ട് നോക്കിയേ, എന്ത് രസം നോക്കി കാണാൻ വേണ്ടി. നിങ്ങളുണ്ടല്ലോ ഊട്ടിയിലേക്ക് കയറുന്നതിന് തൊട്ട് മുന്നായിട്ട് നമ്മുടെ കുറച്ച് സബ്സ്ക്രൈബ് പിള്ളേരെ കിട്ടി. ഇവര് കാസർഗോഡുള്ള, ഇവര് മൈസൂർ വഴി പിന്നെ ഊട്ടിക്ക് പോയിട്ട് ഇപ്പൊ തിരിച്ച് നാട്ടിലേക്ക് പോകണം. ഗൈസ് നോക്കും. അപ്പൊ അവര് ഞങ്ങളെ കണ്ടപ്പോൾ അവിടെ നിർത്തി ഞങ്ങളായിട്ട് കുറെ സംസാരിച്ചു. ഓക്കെ ടാറ്റാ, ബൈ ബൈ, ഗുഡ് ബൈ. ഗൈസ് നോക്കും. അപ്പൊ നമ്മുടെ വണ്ടി ഇവിടെ ഉണ്ട്. ഞങ്ങൾ കുറച്ച് നേരത്തേക്ക് വണ്ടി നിർത്തി കേട്ടോ. ഇനിയിപ്പോൾ ഞങ്ങൾ നേരെ ഫ്രണ്ടിലേക്ക് പോകണം. എന്താണ് വണ്ടി നിർത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോട്ടൽ ബുക്ക് ചെയ്യാനായിട്ടോ. അപ്പോൾ ഹോട്ടൽ ബുക്ക് ചെയ്യണം. അത് ബുക്ക് ചെയ്തിട്ട് വേണം ഫ്രണ്ടിലേക്ക് പോകാം കേട്ടോ. ഗൈസ് നമ്മൾ കുറച്ച് ഫ്രണ്ടിലേക്ക് വന്നപ്പോൾ നല്ല കിടിലൻ ഫൈൻ ഫോറസ്റ്റ്. എന്താണ് ലിവിനെ? പൈൻ ഫോറസ്റ്റ്. പൈനാ വെപ്പേ? ഓ സോറി ഗൈസ്, ഇത് യൂക്കാലി ആയിരുന്നു കേട്ടോ. ഇതാണ് യൂക്കാലി. KL വണ്ടിയേ ഉള്ളൂ, വേറൊരു വണ്ടിയില്ല കേട്ടോ. KL വണ്ടിയാണ് ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടിരിക്കുന്ന. KA ഉണ്ടല്ലേ, ഗൈസ് നല്ല രസമുണ്ട് കേട്ടോ. ഗൈസ് ഫൈനലി ഞങ്ങൾ കുറച്ച് ഫ്രണ്ടിലേക്ക് വന്നു, വാഹനം നിർത്തി കേട്ടോ. ഈ കാണുന്ന ഇവിടെ ഞങ്ങൾ ആ വരയുടെ അപ്പുറത്ത് നോക്കി വണ്ടി നിർത്തി. ഇവിടെ കിടിലം വ്യൂ പോയിന്റ്. ഇതാണ്. നീ അങ്ങോട്ട് നോക്കിയേ, അത് നോക്കിയേ. മേഘങ്ങൾ നിനക്ക് തോന്നുന്നത് ഊട്ടി തോന്നുന്നത് അതാ തോന്നുന്നത്. നമ്മൾ ഇങ്ങോട്ട് കയറി പോകുന്നല്ലേ ഇവന് ഊട്ടി. ഇത് ഇതിന്റെ വ്യൂ പോയിന്റുകളാ. എനിക്ക് തോന്നുന്നുണ്ടല്ലോ എന്നാ മറ്റേ നമ്മൾ താഴെ ഒരു ടൗൺ ഉണ്ടല്ലേ, ആ കയറി വന്ന ഭാഗങ്ങൾ, ആ സംഭവങ്ങളൊക്കെയാണ് ആ കാണുന്നത്. ഇതുണ്ടോ ഇവിടെ ഒരു കിടിലൻ സ്ഥലമുണ്ടോ? ഞാനിത് ആദ്യമായിട്ട് വേണോ? ഇത് നോക്കിയേ, അമ്പലമാണോ അപ്പൊ ഇത്? അല്ലപ്പ അത് വ്യൂ പോയിന്റാ. അല്ലപ്പേ അല്ലല്ല, വ്യൂ പോയിന്റാ. അവിടെ ആൾക്കാരുണ്ടോ? ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. സാറത്തിയോ എപ്പോഴാ എത്തിയാ? എല്ലാരും നോക്കി ചിരിച്ചു കാണിക്കാം കേട്ടോ. കഴിച്ച് ഇത് നല്ല രസമുണ്ട് കേട്ടോ. ഇത് നല്ല തീർ ലുക്ക്. ഈ കാണുന്ന ഇതൊക്കെ ഉണ്ട്, ഈ മേഘങ്ങൾ ഇങ്ങനെ നീങ്ങി പോകുന്ന നല്ല കീട്ടിലും സെറ്റപ്പ് ആയിട്ട് കാണാം കേട്ടോ. മേഘമല്ലേ ഇത്?
മേഘമല്ലേ ഇത്? അവരെന്ത് പറഞ്ഞു നമ്മളാന്ന് പറഞ്ഞാൽ പോലെ അതെ, അതെ, അതെ. ഇവരിത് പച്ച എന്ന് പറഞ്ഞാൽ പച്ച നമ്മൾ സമ്മതിച്ച പോലെ പച്ച, പച്ച, പച്ച. അംഗീകരിക്ക് തീർ ലുക്കാട്ടോ. അതായത് ഇതൊക്കെ ഫോറസ്റ്റ് ആട്ടോ. അതിന്റെ ഇടയിൽ പൈമാരം ഉണ്ട് അതിന്. ഞങ്ങൾ ഈ കാണുന്ന ഒരു സ്റ്റെപ്പിൽ നിന്നാണ് ഗുസ്തി മൊത്തം. അവിടെ അങ്ങനെ അങ്ങോട്ട് കയറി പോയി വഴിയുണ്ട് പോപ്പേ. നമുക്കിനി നേരെ ഫ്രണ്ടിലേക്ക് പോടാ ലിബിയ. പോവാ, അവിടെ വണ്ടി ചെല്ലും കേട്ടാ, താഴെ വണ്ടി ചെല്ലും. മൈക്കിളിന്റെ പാല് തീർന്നു. ഞങ്ങളൊരു കടയിൽ പാല് മേടിക്കാൻ നിർത്തിയതാട്ടോ. ആ ചേച്ചി കറക്റ്റ് സമയത്താണ് പൊട്ടി ചോദിച്ചത്, കറക്റ്റ് സമയത്ത് അത് കണ്ടു, വേറെ നമുക്കത് മേടിക്കാൻ പറ്റി അല്ലേ. ഇനിയിപ്പം നമ്മളെ ഒരു സ്റ്റേ, അതായത് നമ്മളൊരു ഹോട്ടലിൽ എടുക്കണം. എൻ്റെ വീഡിയോ എഡിറ്റിങ്ങും അതുപോലെയുള്ള കുറച്ച് പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് ചെയ്യണം കേട്ടോ. ഞാൻ 5 സ്റ്റാർ ഹോട്ടലാണ് ഞാൻ കരുതുന്നത്. അതെ, പക്ഷെ ഞാൻ കിട്ടണം. പക്ഷെ എടുത്തു കഴിഞ്ഞിട്ട് 10 ദിവസത്തെ ഉറങ്ങൂല അല്ലേ. 24 കിലോമീറ്റർ കൂടെ ഉണ്ട് കേട്ടോ ഈ ഊട്ടിക്ക്. ഊട്ടി ഇത് മൈക്കിളിനെ അടിച്ചു പൊളിക്കുന്നല്ല. ആണല്ലേ ആണല്ലേ ഞാനും അങ്ങനെ വിചാരിച്ചു. റാമ്പ് ആയിരിക്കും വിഷയം എന്ന് ഞാനും വിചാരിച്ചു. പക്ഷെ വീഗു ഷോ ചേട്ടാ എങ്ങനെയാലും ഒന്ന് നോക്കുവോ? ആയിക്കോട്ടെ ചേട്ടേ, ആയിക്കോട്ടെ ചേട്ടേ. ശരി ചേട്ടേ, ശരി ചേട്ടേ. ഇല്ല, റാംബോയ്ക്ക് കുഴപ്പമില്ലെന്ന് പറഞ്ഞു. ഗൈസ്, നമ്മുടെ ബീഗു ഭയങ്കര കരച്ചിലാണ്. അപ്പൊ ഏറ്റവും കൂടുതൽ സ്നേഹമുള്ള ആർക്കാ? ബീഗുവിനെ. മനസ്സിലാക്കിക്കോ. ഇവിടെ വാട്ടർഫോൾസിന്റെ ടിക്കറ്റ് എടുക്കാനുള്ള തിരക്കാ കണ്ടോ. നമുക്ക് നാളെ പോയാ പോരെ. ഫൈനലി ഞങ്ങൾ ഒരു ഹോട്ടൽ എടുത്തു. 2 റൂമിന് 2500 രൂപ. കിട്ടുന്ന റൂം ഭയങ്കര ഇത് 5 സ്റ്റാർ ഹോട്ടലാ. 5 സ്റ്റാർ ഹോട്ടൽ പോലത്തെ ഹോട്ടലാണ്. ഹോട്ടൽ ഗ്രീനറി ഊട്ടി, അതാണ് ഞങ്ങൾ എടുത്തിരിക്കുന്ന ഹോട്ടൽ. ഒരു മലയാളി വണ്ടിയുണ്ട്, ബാക്കിയൊക്കെ കർണാടക വണ്ടികളാണ്. പിന്നെ ഞങ്ങളുടെ ഈ വണ്ടിയുണ്ട്. ഇതിൻ്റെ അകത്ത് നമുക്ക് സാധനങ്ങളൊക്കെ ഓരോന്ന് എടുക്കണം, എന്നിട്ട് നേരെ റൂമിൽ പോകണം. അതാണ് നമ്മുടെ പരിപാടി കേട്ടോ. ഏറ്റവും ഇഷ്ടമില്ലാത്ത പരിപാടിയാണ് ഒരു സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ ഈ സാധനങ്ങൾ എടുക്കുക എന്നുള്ളത്. അപ്പോൾ അതെന്തായാലും എടുത്തേ പറ്റുള്ളൂ. അതെന്നാടാ ലിവിനെ, അതിൻ്റെ ഇത് ലൂസാക്കടാ ലിവിനെ, അതിൻ്റെ സ്ട്രിപ്പ് ലൂസാക്കിയാൽ മതി. ഈ ഹോട്ടലിൽ എടുക്കുമ്പോഴുള്ള മെയിൻ പ്രശ്നങ്ങൾ ഒന്ന് ഇതാണ് കേട്ടോ. എന്താണത്? ഇത് എല്ലാ സാധനവും ഇറക്കി ഹോട്ടലിൽ കൊണ്ടുവരണം, അവിടെ നിന്ന് കൊണ്ടുവരണം. ഇതൊക്കെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ വിഷയങ്ങൾ. നീ എന്നാ പറഞ്ഞേ? എല്ലാ സാധനം ഇതെടുക്കണ്ടേ? ഏതാ ഇത്? അതെടുത്തേരെ. ചാർജും സെറ്റപ്പ്. ഡ്രോൺ എടുക്കണോ? ലിവിനെ എത്രയൊക്കെ എടുത്തേ? 1250 റൂം. അതേലും പറയാ കൊള്ളൂല. എന്നാ ഇത് 1250 രൂപയുടെ റൂം. വണ്ടിയൊക്കെ അടച്ചോന്ന് അവിടെ പോയിട്ട് 1250. ക്യാമറ ഒന്നും എടുക്കണ്ട ലിബി. ഊത്തി വെച്ചേക്കാം. 1250 റൂമിന് AC വേണം, അതിന് വൈഫൈ വേണം. വൈഫൈ ഒന്നുമില്ല കേട്ടോ, ഫോണിൽ നിന്ന് വേണമെന്ന് വീഡിയോ കയറ്റാൻ വേണ്ടി. കൈസ്, ഇവിടെ നല്ല കളർഫുൾ വീടുകൾ നോക്കിയേ, എന്ത് രസം നോക്കിയാൽ. ഡ്രോൺ വിടണം കേട്ടോ നാളെ. എന്നാ അതിനാ എല്ലാം അടഞ്ഞല്ലേ? ഒന്നും വേണ്ടല്ലോ, ചെരുപ്പൊന്നും വേണ്ടേ. നമുക്ക് പോയേക്കാം. കൈസ് നോക്കൂ, ഞങ്ങൾ നേരെ റൂമിലേക്ക് പോകും. അപ്പനവിടെ വീണോടാ റൂമില്? ഇല്ല, റൂമിൽ കയറിയിട്ടില്ല. ആണോ? അവിടെ 50 രൂപ ഒരാൾ കൊടുക്കാൻ വേണ്ടി ഇതായി. അപ്പൊ അപ്പനവിടെ ചിരി. മിക്കവാറും അവരിനി എടുത്ത് പൊക്കി വെച്ചോന്നില്ലെന്നറിയില്ല. യെസ്, ഞങ്ങൾ നേരെ ഫ്രണ്ടിലേക്ക് പോവാ കേട്ടോ. ഇതാണ് ഹോട്ടലിന്റെ എൻട്രൻസ്. അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത ഹോട്ടലാണ്. എല്ലാവർക്കും ഒരേ പൈസ തന്നെ കേട്ടോ. ആണോ? അവിടെ ഒരാൾ 50 രൂപ കൊടുക്കാനിട്ട് ഭയങ്കര അടിയാ. ബില്ല് GST ബില്ല് അടയ്ക്കണമെന്നും പറഞ്ഞിട്ട് അവൻ പറഞ്ഞു ഈ ബില്ല് വേണ്ട, നമ്മൾ ബില്ലേ തരുള്ളൂ. റിസപ്ഷനിലെ എല്ലാ പരിപാടികളും കഴിഞ്ഞു. അത്യാവശ്യം നല്ല രീതിയിൽ തിരക്കുണ്ട്. ഞങ്ങൾ തിരക്കൊന്നും ഇല്ലെന്ന് ഓർത്ത് കൊടൈക്കനാലല്ല ഊട്ടിക്ക് വന്നതാണ്. ഊട്ടിയിൽ മുടിഞ്ഞ തിരക്കാണ് കേട്ടോ. നമ്മളെ പോലെ ഇഷ്ടം പോലെ ആൾക്കാർ തിരക്കില്ലെന്ന് പറഞ്ഞ് വരുന്നുണ്ട്, അതാണ് കുഴപ്പം. അതാണ് സംഭവം. അപ്പം ഞങ്ങൾക്കുള്ള 2 റൂം ഈ കാണുന്ന ഇവിടെയാണ് എടുത്തിരിക്കുന്നത്. അപ്പം ഞങ്ങൾ നേരെ പോവാണ്. മൈക്കിൾ ലിറ്റിൽ ബിറ്റ് ടയേർഡ് കേട്ടോ, വലിയ രീതിയിൽ ടയേർഡൊന്നുമില്ല. ഇത് വലിയ കുഴപ്പമില്ല. മലയാളികളൊക്കെ റൂം എടുത്തിട്ടുണ്ട്. മലയാളിക്കാറുകളൊക്കെ ഞാൻ കണ്ടായിരുന്നു. ഗൈസ് നോക്കൂ, ഞങ്ങൾ നേരെ ഏതൊക്കെയാണ് റൂം? ഇതും അതാണോ? ഗൈസ് നോക്കൂ, ഇതും മറ്റേതും കൂടെ ചോദിക്കായിരുന്നു കേട്ടോ. 2000-ന്റെ അതല്ല, ഒന്ന് തന്നെ ആയിരിക്കും. ഇവിടെ അടിയാ റൂമിൽ കയറാഞ്ഞിട്ട്. സന്തോഷം. കീ എവിടെ ഉണ്ടെന്ന് ചോദിച്ചേ? കീ ഇതിൻ്റെ അകത്ത് ഇടണം. കീ അതിൻ്റെ ദൂരി ഇടറ ലിബി. ഇവിടെ തുറന്നോ? പറ്റുന്നില്ല. ഇങ്ങനെ ലൈറ്റ് ഇട്ടേ ദൈവത്തിനത്. എടി ഇത് ഇവിടെ ഇടറി. നോക്കട്ടെ, നിങ്ങൾ ഏറ്റവും വലുത് നോക്കി എടുത്തോടാ. ഇവിടുത്തെ ഏറ്റവും ടോപ്പ് റൂമാട്ടോ ഞങ്ങൾ എടുത്തേക്കുന്നത്. വാവ്, വെരി നൈസ് റൂം. Toshiba TV, bathroom, very more facility in switch also. എല്ലാം കറങ്ങും, അടിപൊളി. ഹീറ്റർ വരെയുണ്ട്. ലിവിൻ എടി അടച്ചോണേ അല്ലേ സാധനം. ലിവിനെ എങ്ങനെയുണ്ട്? അടിപൊളി റൂമല്ലേ? അല്ല, ഞാൻ AC ഉണ്ടോ? നീ ഊട്ടിയിൽ എവിടെയാടാ AC ഉള്ള റൂമെന്ന് തെറി. ഞാൻ അറിയാതെ ചോദിച്ചു പോയതോ കൂട്ടുകാരാന്ന്. സന്തോഷമായോ? എന്നൊക്കെ സർക്കസ് ആണോ കാണിക്കുന്നത്?
അമ്പോ റൂം കിട്ടിയതിന്റെ സന്തോഷം. ആ നിങ്ങൾ അതെടുത്തോ അപ്പേ, ഇത് ചെറുതാ, അതെടുത്തോ, നിങ്ങൾ അതെടുത്തോടാ. ഇതല്ല എന്റെ സാധനങ്ങളല്ലേ, അത് പിടിച്ചോട്ടെ. അതിൽ എക്സ്ട്രാ ബെഡൊന്നും ഇടാൻ പറ്റില്ല. നീ ആ റൂം നോക്കിയേ, ഇങ്ങോട്ട് വാ, ആ റൂം എടുത്തോട്ടാ. അപ്പനും ലിബിനും അമ്മയും ഈ റൂം എടുത്തു. ഇവര് 3 പേര് ഇവിടെ കിടന്നോളും. പിന്നെ ഞങ്ങള് മൈക്കിളും ഞങ്ങളും ഈ റൂം എടുത്തു. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ കേട്ടോ.